യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോയിൽ ഏറ്റവും വളരെ സ്നേഹമുള്ള പ്രിയപ്പെട്ടവരെ, ദൈവം നൽകിയിരിക്കുന്ന ഈ നല്ല പ്രാർത്ഥിക്കാനും വചനം കേൾക്കാനും ദൈവം നൽകിയിരിക്കുന്ന ഈ വിലപ്പെട്ട സമയത്തെയും അവസരത്തെയും നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വചനം കേൾക്കുവാൻ നിങ്ങൾ ഒരുപാട് പേരും ഒത്തിരി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ വന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുമ്പോൾ അതിനു മുമ്പായി ഒരു കാര്യം അറിയിക്കുകയാണ്. നമ്മുടെ ശുശ്രൂഷകളെല്ലാം അനേക ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമായും ധൈര്യമായും പ്രതീക്ഷയായും ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് മാറ്റുന്നുണ്ട് എന്ന സത്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഇത് നിങ്ങൾക്കറിയാം, ഇവിടെ ഒന്ന് എത്തിപ്പെടുവാൻ നല്ല ദൂരമുണ്ട്, ഒരുപാട് യാത്ര ചെയ്യണം പലർക്കും നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വരാൻ. എങ്കിലും അതൊക്കെ ഒരു വലിയ പ്രതീക്ഷയോടെയാണ് അത് സ്വീകരിക്കുന്നതും ആളുകൾ ധാരാളം വരുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം. ധാരാളം ആളുകൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് സ്കൂൾ അടച്ചതിന് ശേഷം അവിടെ ഒന്ന് വരണം, പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നാണ്. വരാൻ ആഗ്രഹമുള്ളവരെയും വന്നിട്ടുള്ളവരെയും ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിൻ്റെ സഹായം അപേക്ഷിക്കുകയുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ഈ വചനം ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളേ ഉള്ളൂ. ഇന്ന് പ്രസംഗിക്കാൻ പോകുന്ന ഈ വചനം ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരാൾ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനോളം ഈ വചനം അറിയാവുന്ന ആരും ഈ ലോകത്തിലില്ല. അപ്പോൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ആ വചനം എനിക്ക് മനസ്സിലാകണമെങ്കിൽ അതേ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹായം എനിക്ക് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം വായിച്ചു പഠിച്ചു പരീക്ഷ എഴുതിയവരുണ്ട്. പക്ഷേ ഈ വചനം അത് 100% അറിയാവുന്ന ഒരാൾ പരിശുദ്ധാത്മാവാണ്. അത്രയും അറിയാവുന്ന ആരും ഒരു പഠിത്തക്കാരും ഇല്ല, ഒരു PG എടുത്തവരും അല്ല ഇവിടെ ഇരിക്കുന്നവരും നിൽക്കുന്നവരും ഇത്രയും അറിവുള്ള ആരുമില്ല പരിശുദ്ധാത്മാവിനോളം. അപ്പോൾ അതേ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുമ്പോഴേ ഈ വചനം എനിക്ക് ബോധ്യമാവുകയുള്ളൂ, അതെൻ്റെ ജീവിതത്തെ തൊടുകയുള്ളൂ, അതെൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തൊരു കാര്യമാണ്, ഇങ്ങനെ നിങ്ങൾ വിശ്വസിക്കണം, ഈ വചനത്തിൽ ദൈവം എനിക്കായി ഒരുക്കി വച്ചിരിക്കുന്ന സൗഖ്യമുണ്ട്. ഈ വചനത്തിൽ ദൈവം എനിക്കായി കരുതി വച്ചിരിക്കുന്ന വിടുതൽ ഇന്ന് കേൾക്കുന്ന വചനത്തിലുണ്ട്. എനിക്കുള്ള സൗഖ്യം ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിലുണ്ട്. വിശ്വാസത്തോടെ പറഞ്ഞേ, എനിക്ക് എൻ്റെ ഭവനത്തിനാവശ്യമായ അനുഗ്രഹം എൻ്റെ ദൈവം ഒരുക്കിയിരിക്കുന്നത് ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിലുണ്ട്. ഇതൊരു പക്ഷേ ഒരു മീഡിയയിലൂടെ ആയിരിക്കും ഇത് കേൾക്കുന്നത്, എപ്പോഴേലും ഒരു സമയത്തായിരിക്കും ഇത് കേൾക്കുന്നത്. ഇന്നായിരിക്കണമെന്നില്ല, നാളെ ആയിരിക്കണമെന്നില്ല. പക്ഷെ എന്ന് കേട്ടാലും ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കുള്ളൊരു അനുഗ്രഹത്തെ ആ വചനത്തിലൂടെ ലഭിക്കാതിരിക്കില്ല. ആമേൻ, വിശ്വസിക്കുന്നു. അത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ വെറുതെ ഇങ്ങനെ ഓടിച്ചു പോയപ്പോൾ വെറുതെ കണ്ടതായിരിക്കാം. പക്ഷെ ഒരു വചനമായിരിക്കും നിങ്ങൾ കേട്ടത്. ആ വചനം നിങ്ങളെ സഹായിക്കും. കാരണം ദൈവത്തിനു വേണ്ടി ഒരു ചെറു വിരലെങ്കിലും അനക്കിയവരെ ദൈവം ഉപേക്ഷിക്കൂല. ആമേൻ. ഞാൻ ദൈവത്തിന് വേണ്ടി ഈ ചെറിയ വിരലെ അനക്കിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക, അണിവിരൽ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ദൈവത്തിന് വേണ്ടി എന്നെ ദൈവം മറക്കില്ല. ആമേൻ. ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചവരുണ്ട്, ആരോഗ്യം മാറ്റിവെച്ചവരുണ്ട്, ശബ്ദം മാറ്റിവെച്ചവരുണ്ട്, പണം മാറ്റിവെച്ചവരുണ്ട്, അതിൻ്റെ പേരിൽ കുറേ നിന്ദകൾ കേട്ടവരുണ്ട്. ദൈവം ആ വ്യക്തിയെ ഉപേക്ഷിക്കില്ല. ആ ദൈവം നിങ്ങളെ മറക്കില്ല. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയുകയാണ്. ഒരു ഉദാഹരണം ഇപ്പോഴല്ല, എനിക്ക് കൃത്യം കണക്കൊന്നും പറയാൻ പാടില്ല. എന്നാലും കൊറോണയുടെ സമയത്ത് ഏറ്റവും കത്തി നിന്ന സമയമാണ്. അതായത് പുറത്തിറങ്ങാൻ വരെ മനുഷ്യൻ പേടിച്ചൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു സമയത്ത് നമ്മുടെ ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ പറഞ്ഞു, ഇവിടെ ഒരു പ്രോഗ്രാമും നടത്താൻ പാടില്ല. ആരോ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു, കൊറോണ കാലത്ത് ഇവിടെ ആളുകൾ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഉയർന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ താഴെ വന്ന് ഞങ്ങളോട് കർശനമായിട്ട് പറഞ്ഞു,
ഇവിടെ ആളുകൾ വന്ന് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ, അതിൻ്റെ പിറ്റേ ദിവസം, എത്ര നാളായി എന്നൊന്നും കരുതിയിട്ടില്ല, അറിയത്തില്ല, 3 വർഷത്തിനപ്പുറമായിരിക്കാം, ഒരാളിവിടെ വന്നു. കുറച്ച് ദൂരെ നിന്നാണ് വന്നത്, വാഹനം ഓടിച്ചാണ് വന്നത്. അപ്പോൾ അവരടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരാളോട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്നെ കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അവരോട് പറ, ഈ കൊറോണ കാലമാണ്, ഒരു പ്രതിസന്ധിയുള്ള സമയമാണ്, ഇപ്പോൾ അങ്ങനെ സാഹചര്യം ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൂരെ നിന്ന് കണ്ടാൽ മതി, അടുത്തൊന്നും വരണ്ട, ഇച്ചിരി ദൂരെ നിന്ന് കണ്ടാൽ മതി. ആയിക്കോട്ടെ. അപ്പം ഞാൻ അദ്ദേഹത്തെ അല്പം ദൂരെ നിന്നിങ്ങനെ സംസാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ വന്നത് എനിക്ക് നല്ലൊരു വീടില്ലാത്തതുകൊണ്ടാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അത്രയും വലിയൊരു പ്രതിസന്ധിയിലാണ്, മക്കളെ പഠിപ്പിക്കാൻ പോലുമുള്ള വഴികൾ എനിക്കില്ല, അത്രയും ബുദ്ധിമുട്ടിലാണ്. അവരുടെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ എൻ്റെ മുറിയിലേക്ക് വേഗത്തിൽ ഞാൻ കയറിപ്പോയി. എനിക്ക് കിട്ടിയ അന്നേരത്തെ എൻ്റെ പൈസ ഞാൻ നോക്കി എത്ര രൂപയുണ്ട്. 6500 രൂപയാണ് 500 രൂപയായിട്ടുണ്ടായിരുന്നത്. 6500 രൂപ. ഞാനതെടുത്ത് ഒരു വചനവും എഴുതി പേന കൊണ്ട് ഞാനൊരു വചനവും എഴുതിയ വചനം എൻ്റെ മനസ്സിൽ ആദ്യം വന്ന വചനമാണ് സങ്കീർത്തനം 23:1. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഈ പൈസ ഞാൻ 6500 രൂപ കൊടുത്തു. ഇതൊക്കെ ഞാൻ മറന്നുപോയതാണ്. ഈ സ്വീകരിച്ച ആൾ ഇത് ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് ഇതൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിൽ ഞാൻ പേപ്പറിൽ എഴുതിയൊരു കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊരു കുറവുണ്ടാവുകയില്ല. അപ്പോൾ എനിക്ക് തോന്നി, താഴെ കയ്യാല പണിതപ്പം അവിടെ അവർ വേസ്റ്റായിട്ടിട്ട കുറച്ച് പാറക്കഷ്ണം കിടപ്പുണ്ടായിരുന്നു. ആ പാറക്കഷ്ണം ഞാൻ എടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് എടുത്ത് ഞാൻ ആ വചനം ആ കടലാസ് അവിടെ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് പറഞ്ഞു, നാളെ ഒരു സമയത്ത് നിങ്ങളൊരു വീട് പണിയുമ്പോൾ ഇത് തറക്കല്ലായിട്ടിട്ടോ. അദ്ദേഹം തിരിച്ചുപോയി. ഞാൻ ദിവസങ്ങൾക്കുള്ളിൽ മറന്നു. എൻ്റെ ഓർമ്മയുടെ ഒരു അംശത്തിൽ പോലും ഈ സംഭവം ഇല്ലായിരുന്നു. അദ്ദേഹം ഇത് കൊണ്ടുപോയി വച്ചത് അയാൾ ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ വാടകയ്ക്ക് കണ്ടായിരുന്നു. ആ താമസിക്കുന്ന വീട് അവർ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ഫ്രണ്ടിൽ ഈ പാറക്കഷ്ണവും ആ റബ്ബർ ബാൻഡും ആ വചനവും അവിടെ വെച്ചു. ഇപ്പം എത്രയോ നാളുകൾ കഴിഞ്ഞു. അവരുടെ മകൾ നേഴ്സിംഗ് പഠിച്ച് ഏതോ ഒരു രാജ്യത്ത് നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മകളുടെ ആഗ്രഹമാണ് വീട് വെച്ചതിന് ശേഷം മതി വിവാഹം. അപ്പോൾ ലോണൊക്കെ കിട്ടും ആ രാജ്യത്ത് നിന്ന്, ഇത്രയും ജോലിയുള്ളത് കൊണ്ട്. അപ്പോൾ അപ്പനോട് പറഞ്ഞിരിക്കുക, വീട് പണിയണം, ഇനി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വീടാണ്. അപ്പോൾ വീട് പണിയാൻ ആഗ്രഹം വന്നപ്പോൾ അയാൾ കേരളത്തിലുള്ള മറ്റൊരു ധ്യാന കേന്ദ്രത്തിൽ അയാൾ പോയി. വീട് പണിയാൻ തുടങ്ങുവാണല്ലോ, അതിനു മുമ്പ് ഒരു ധ്യാനം കൂടി വന്ന് വീട് തുടങ്ങണം, അതാണ് ആഗ്രഹിച്ചത്. അദ്ദേഹം ആ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കൗൺസിലിങ്ങിനും പോയി. അപ്പോൾ ഒരു സാധാരണ ചേട്ടനാണ് അദ്ദേഹത്തിനെ കൗൺസിലിംഗ് ചെയ്യുന്നത്. കാഴ്ചയിൽ ഒരു പ്രത്യേകതയില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ ഇവിടുന്ന് ഒരുപാട് കിലോമീറ്റർ അപ്പുറത്ത് ഉള്ള ഈ ധ്യാന കേന്ദ്രത്തിൽ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാൾ ഇദ്ദേഹത്തോട് ചോദിക്കുവാണ്, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഒരു പാറകഷ്ണത്തിൽ ഒരു വചനം എഴുതി വച്ചിട്ടുണ്ടല്ലോ, അത് ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്, ഒരു വീട് പണി ദൈവമായിട്ട് ഒരുക്കി തരുന്നുണ്ട്, നല്ലൊരു വീട് നിങ്ങൾ പണിയും. ആമേൻ. അപ്പോഴാണ് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായത്. ഈ പാറകഷ്ണം എടുത്തോണ്ട് പോയത് ഇവിടെ നിന്നാണ്, ആ വചനം എഴുതി വെച്ചത് ഞാനാണത് കൊടുത്തത്. അദ്ദേഹം തപ്പിപ്പിടിച്ച് ഇവിടെയുള്ളൊരു ശുശ്രൂഷകനടുത്ത് നമ്പർ മേടിച്ച് അദ്ദേഹം എനിക്ക് വിളിച്ചത്. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാനിവിടെ ഓർത്തതാണ്, ഒരു വചനം അതൊരു പാറകഷ്ണത്തിൽ അദ്ദേഹം അത് സ്വീകരിച്ചത് ഞാനിപ്പോൾ ഓർക്കുവാണ്. ഞാൻ എൻ്റെ മനസ്സിലത് രണ്ട് കൈ കൊണ്ടാണ് മേടിച്ചത്. ആ പാറകഷ്ണത്തിൽ റബ്ബർ ബാൻഡ് ഇട്ട ഒരു വചനം, ഞാനത് ഓടിച്ചിട്ട് കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊരു കുറവുണ്ടാവില്ല എന്നെഴുതിയ വചനം വേറൊരു സ്ഥലത്ത് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾ പ്രാർത്ഥിച്ചിട്ട് പറയണം, നിങ്ങളൊരു പാറക്കഷ്ണത്തിൻ്റെ മുകളിൽ ഒരു വചനമൊക്കെ എഴുതി വച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഭവനം പണിയെ ദൈവം അനുഗ്രഹിക്കുന്നു. അയാൾ അത്ഭുതപ്പെട്ടു പോയി. അയാളുടെ കുടുംബത്തിലെ ആൾക്കാർക്കും പിള്ളേർക്കും മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. ഇദ്ദേഹം എങ്ങനെ തിരിച്ചറിഞ്ഞു? ദൈവമേ, ഇതുപോലും ദൈവം ശ്രദ്ധിച്ചിരുന്നു. ദൈവം ഇതുപോലും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച വിഷയങ്ങൾ ഒരു ദിവസം കഴിഞ്ഞാലും പേടിക്കണ്ട, അത് ഭംഗിയായി മാറും.
ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഉദ്ദേശിച്ച 10 മണിക്ക് നടന്നില്ലേലും അത് ദൈവത്തിന്റെ പദ്ധതിയിൽ അത് മനോഹരമായി വരും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് പോകുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിനോളം അറിയുന്ന ഒരു കുഞ്ഞു പോലും ഇവിടെയില്ല. ഏറ്റവും നന്നായിട്ട് അറിയുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായം ഈ വചനത്തിലൂടെ കിട്ടുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ദൈവഹിതപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും തുടക്കം കുറിക്കുന്നതിന് കാരണമാവും. ദൈവത്തിനു വേണ്ടി നമ്മളിപ്പോൾ ദൈവവചനം കേൾക്കാൻ പോവുകയാണ്. ഒരു വചനം കേട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു രീതി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു രീതി നിങ്ങളത് സ്വീകരിക്കണമെന്നില്ല, പക്ഷെ ഒരു വചനം വായിച്ചപ്പോൾ അങ്ങനെ. കാരണം കോഴിക്കോടുള്ള ഒരു കുടുംബം ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ദിവസവും 7:30-8 മണിക്കുള്ളിൽ മുകളിൽ ബൈക്ക് വച്ച് 2 പേരും ഹെൽമറ്റും വെച്ച് കോട്ട് വിട്ട് അവരിതിൽ ഇറങ്ങി വരുന്നത് പല ദിവസവും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്കാൾ കൂടുതൽ മഞ്ഞുള്ള സമയമാണ്. അപ്പോൾ ബൈക്ക് ഓടിച്ചു വരുമ്പോൾ കൈയൊക്കെ മരച്ചു പോകും, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പ് കൊണ്ട് മൊത്തം ഒരു പരിധി വരെ നനയും. രാവിലത്തെ ആ മഞ്ഞും അവിടെ കോഴിക്കോട് നിന്ന് വരുന്നതാണ്. ആ സ്ഥലത്തുനിന്ന് ബൈക്ക് ഓടിച്ച് ഈ റൂട്ടിലൂടെ ഇവിടെ വരും. ഇവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയും കിട്ടുന്നില്ല. അപ്പോൾ അവരോട് ചിലർ പറഞ്ഞു, കളിയാക്കാൻ തുടങ്ങി, നിങ്ങൾക്ക് ഇവിടെ വല്ലതും പ്രാർത്ഥിച്ചാൽ പോരെ, കെട്ടി എഴുന്നള്ളി ഇല്ലാത്ത പൈസയും മുടക്കി ഈ വണ്ടിക്ക് എണ്ണയടിച്ച് ആ നാട്ടിൽ പോയി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു വിശ്വാസം, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി, ആ ബലത്തിലാണ് വരുന്നത്. പക്ഷെ ഇവരെ കാണുമ്പോൾ പലപ്പോഴും എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. പാവങ്ങൾ, ചെറുപ്പക്കാരാണ്, വിവാഹം കഴിച്ചവരാണ്, മക്കളായിട്ടില്ല. അവർ പ്രാർത്ഥിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. അതിന് 100,000 തടസ്സങ്ങളും. അപ്പോൾ ഞാൻ ഇങ്ങനെയാ പ്രാർത്ഥിച്ചത്. ഞാൻ മനസ്സിൽ പറയാം, പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ദൈവമേ, ഇവർ പ്രാർത്ഥിക്കാൻ വന്നതിൻ്റെ പേരിൽ കളിയാക്കപ്പെടാൻ ഇടയാകരുതേ കർത്താവ്. ഇവർ അങ്ങയുടെ നാമത്തിൽ ആശ്രയിച്ച് ഈ തണുപ്പടിച്ച് വരുന്നവരാണെന്ന് നീ ഓർക്കണമേ. അവരുടെ കണ്ണുനീര് നീ കാണാതെ പോകല്ലേ. അവർ ദൈവമേ നിന്നോട് ചേർന്നിരിക്കുന്ന മുന്തിരിച്ചെടിയോട് ചേർന്നിരിക്കുന്ന ശാഖ പോലെയുള്ള 2 ജീവിതങ്ങളാണ്. അവരുടെ കണ്ണുനീര് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാതിരുന്നാൽ പ്രാർത്ഥിച്ചിട്ട് എന്തായി? നിങ്ങൾ വാഹനത്തിന് പൈസയില്ലാത്ത കാലത്ത് കടവും മേടിച്ച് എണ്ണയോ അടിച്ച് ബൈക്കിന് ഈ വയനാട്ടിലേക്ക് പോയിട്ട് എന്ത് ഗുണമുണ്ടായി എന്ന് കുടുംബക്കാരോ നാട്ടുകാരോ സുഹൃത്തുക്കളോ പരിചയക്കാരോ കളിയാക്കാൻ ഇടവരുത്തരുത്. നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഗുണം കിട്ടിയില്ല, നിന്റെ വചനം കേട്ടിട്ട് അവർക്കൊരു പ്രയോജനം ഉണ്ടായില്ല എന്ന് പറയാൻ ഇടയാകാത്ത വിധം ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതാ ഞാൻ പ്രാർത്ഥിച്ചത്. അതാണ് ഇവിടെ വന്നേച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു ഗുണവും കിട്ടിയില്ല, പലരും കളിയാക്കി, പലരും പരിഹസിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തായി എന്ന് കളിയാക്കാൻ ഒരു കുഞ്ഞ് പോലും അങ്ങനെ കളിയാക്കാൻ ഇടവരുത്. അത്ഭുതകരമായ ആ വിഷയത്തിൽ അവരുടെ കാര്യത്തിൽ ദൈവം ഇടപെട്ട് സത്യസന്ധമായി പറഞ്ഞാൽ, ആത്മാർത്ഥതയോടെ പറഞ്ഞാൽ, ഇന്ന് സന്തോഷമായി ഒരു രാജ്യത്ത് ചിലപ്പോൾ അവർ കേൾക്കുമായിരിക്കും, ചിലപ്പോൾ അത് കേൾക്കില്ലായിരിക്കും, അവരാരെങ്കിലും കേൾക്കുമായിരിക്കും. അവർ വേറെ ഒരു രാജ്യത്ത് നല്ലതുപോലെ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റിയ അന്തരീക്ഷത്തിലെത്തി. കളിയാക്കാൻ ഒരു കുഞ്ഞിനെ കൊണ്ടു ഇടവരും. നമ്മളിവിടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കാം. പലരും കളിയാക്കിയിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നതിന്, വചനം കേൾക്കുന്നതിന്, ആരാധിക്കുന്നതിന് പലരും വിമർശിച്ചു. വീട്ടിലുള്ളവർ തന്നെ വിമർശിച്ചിട്ടുണ്ട്, വീട്ടിലുള്ളവർ തന്നെ കളിയാക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളടക്കം നമ്മളെ പരിഹസിച്ച് കാണും. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇവിടെ വന്നിട്ടുള്ള ഒരു വ്യക്തി പോലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരനുഗ്രഹവും കിട്ടിയിട്ടില്ല എന്ന് പരാതി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ജീവിതത്തിന്റെ വിടുതലിന് കാരണമാണെന്ന് പറയാൻ ഇടയാകത്തക്ക വിധം ഈ ജനത്തെ, ഈ കുടുംബത്തെ, ഈ യുവാവിനെ, ഈ യുവതിയെ അനുഗ്രഹിക്കണമേ എന്നാ പ്രാർത്ഥിച്ചത്. അതിനൊരു വചനത്തിലൂടെ വായിക്കാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 11-14 മുതലുള്ള വാക്യങ്ങൾ അങ്ങനെ എഴുതിയിരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം
11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങു തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അവിടുത്തെ ക്രോധം ജ്വലിക്കുന്നതെന്ത്? 12-ാമത്തെ വാക്യം കേട്ടെ. മലമുകളിൽ വെച്ച് കൊന്നുകളയുന്നതിനും ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുന്നതിനുമുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് അവൻ അവരെ കൊണ്ടുപോയതെന്ന് ഈജിപ്തുകാർ പറയാൻ ഇടവരരുത്. അങ്ങനെ പ്രാർത്ഥിച്ചു. ഇസ്രായേൽ ജനത്തെ നയിച്ച മോശ പറയാണ്, ഈ ജനം തകർന്നു പോയെന്ന് ശത്രുക്കൾ പറയാൻ ഇടവരരുത്. ഒരു കുഞ്ഞു പോലും പറയാൻ ഇടവരരുത്. ദൈവം ഈ ജനത്തെ കൊണ്ടുപോയി ഇവർ ചെങ്കടലിന്റെ സമീപത്ത് വെച്ച് പട്ടുപോയെന്ന്, തകർന്നു പോയെന്ന്, ഒരെണ്ണം ജീവിതത്തിൽ രക്ഷപ്പെട്ടില്ലെന്ന് ശത്രുക്കളോ വിമർശിക്കുന്നവരോ പറയാൻ ഇടവരരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പറഞ്ഞു ഹല്ലേലൂയ. ശ്രദ്ധിച്ച, ഇത് മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ടോ. ഇങ്ങനെ, ദൈവമേ, ഈ ജനത്തെ അങ്ങനെ കൊണ്ടുപോയിട്ട് ഇവരെല്ലാം നശിച്ചു പോയി, ഒരെണ്ണം രക്ഷപ്പെട്ടില്ലെന്ന് ഫറവോയോ ആ ജനത്തിലുള്ള ഒരു ശത്രുവോ പറയാൻ ഇടവരാത്ത വിധം ഈ ജനത്തെ അനുഗ്രഹിക്കണം. അങ്ങനെ ഞാനും ആ 2 പേർക്കൂടി പ്രാർത്ഥിച്ചത്. മഞ്ഞും തണുപ്പും അടിച്ച് ബൈക്കിന് യാത്ര, ഒരു കാറ് പോലും ഇല്ല. അതിനകത്ത് എണ്ണ അടിക്കാനുള്ള പണം പോലും വേറെ അടുത്ത് വായ്പ മേടിച്ച് വന്ന് എണ്ണയടിച്ച് കോട്ടൊക്കെ ഇട്ട് തണുപ്പത്ത് വിറത്ത് വാഹനം അവിടെ, ആ ബൈക്ക് അവിടെ ഇട്ടേച്ച് ഇവിടെ വന്നിരിക്കുന്നവരാണ്. ഒന്നല്ല, പല പ്രാവശ്യം. അപ്പോഴാ ദൈവമേ, ഇവര് ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, ഇവരെ അനുഗ്രഹിച്ചില്ലല്ലോ എന്ന് ആരും പറയാനിടയാകരുത്. ഇവർക്കതിൻ്റെ ഗുണം കിട്ടിയില്ലല്ലോ എന്ന് ആരും അവരെ നോക്കി പറയാൻ ഇടവരരുത്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലൊരു അനുഗ്രഹം വെളിപ്പെടട്ടെ. വെളിപ്പെടും. ശ്രദ്ധിച്ചോ, മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ ഉണങ്ങിപ്പോവോ ഇല്ലയോ? അത് ഉണങ്ങില്ല. ഇപ്പോൾ എൻ്റെ കൈ എൻ്റെ ശരീരത്തിൽ നിന്ന് വെട്ടിമാറ്റി എന്നിരിക്കട്ടെ, എൻ്റെ ഈ കൈ ചത്തതായി മാറും. കാരണം എന്താണ്? രക്തഓട്ടമില്ല, കണക്ഷൻ പോയി. ആ കണക്ഷൻ വിട്ടുപോയതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തല ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൈ എന്ത് ചെയ്യും? മരവിച്ചു പോകും. പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കൈയെല്ലാം ആകെ ഒരു വിഷമം. എന്താ? അങ്ങോട്ടുള്ള രക്തഓട്ടത്തിന് എന്തോ ഒരു തടസ്സം വന്നുകൊണ്ടാണ് മരവിച്ചു പോയത്. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ മരവിച്ചു പോകരുത്. അങ്ങോട്ടുള്ള കണക്ഷൻ വിട്ടുപോയാൽ അവിടെ മരവിപ്പുണ്ടാവും. നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ, എനിക്കൊരു നല്ല ജീവിതം വേണം. അത് ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഭാഗം, ആ പ്രാർത്ഥനയ്ക്ക് ജീവനുണ്ടാകും. എൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണം എന്ന് നിങ്ങൾ അതുപോലെ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആ ജീവൻ വെളിപ്പെടും. കാരണം നിങ്ങൾ അതുപോലെ ചേർന്ന് നിന്നിട്ടാണ് പ്രാർത്ഥിച്ചത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ ജനം പ്രാർത്ഥിക്കുന്നത് മുന്തിരിച്ചെടിയോട് ശാഖ ചേർന്നിരിക്കുന്നത് പോലെ ചേർന്നിരിക്കുന്ന വ്യക്തികളാണ് ഈ കസേരയിൽ കൂടി ഇരിക്കുന്നത്. വ്യക്തികളാണ് ഈ കുടുംബം. അങ്ങനെയുള്ള ഒരു യുവാവ്, യുവതി, അപ്പച്ചൻ, അമ്മച്ചി ഒക്കെ എവിടെയുള്ളത്? അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ആ ചേർന്ന് നിൽക്കുന്നതിന്റെ ജീവൻ, ഒരു വിടുതൽ അവിടെ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ കൈകാലുകൾക്ക് രക്തഓട്ടം അവിടെ ഏതെങ്കിലും ഭാഗത്ത് ബ്ലോക്ക് ആയാൽ മരവിച്ചു പോകും. നിങ്ങൾ ഏത് വിഷയം പ്രാർത്ഥിച്ചോട്ടെ, ആ വിഷയത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അത് മരവിച്ചു പോവില്ല. അവിടെ ജീവൻ വെളിപ്പെടും. മാറ്റം ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരാളുടെ കൈ ഒരു സ്ഥലത്തും താഴോട്ട് വീണപ്പം അദ്ദേഹത്തിൻ്റെ കൈയുടെ ഒരു ഭാഗത്ത് ഭയങ്കരമായി നീര് കയറി. അപ്പോൾ അദ്ദേഹം ഓടിപ്പോയി. അയാൾ ചോദിച്ചു, എന്നെ പൊട്ടലൊന്നുമില്ല, ചെറിയൊരു ചതവേ ഉള്ളൂ, അതൊന്ന് വൈദ്യൻ്റെ അടുത്ത് പോയി ഒന്ന് കെട്ടിയാൽ മതി. വൈദ്യം നോക്കിയിട്ട് പറഞ്ഞു, ഒരു പൊട്ടലും ഇല്ലെന്ന് പറഞ്ഞു. തിരുമി നന്നായിട്ട് പച്ചമരുന്ന് നോക്കിയിട്ട് കെട്ടി. കുറച്ചു നാൾ കഴിഞ്ഞ് അഴിച്ചു നോക്കിയപ്പം നീരിനും വേദനയ്ക്കും ഒരു കുറവുമില്ല. അപ്പോൾ വൈദ്യം പറഞ്ഞു, ഇനി എക്സ്റേ എടുക്കണം. എക്സ്റേ എടുക്കാൻ ചെന്നപ്പോഴാണ് അറിഞ്ഞത് എല്ലിന് വലിയ പൊട്ടലല്ല, ചെറിയൊരു പൊട്ടലുണ്ട്. അതാണ് വേദന മാറാത്തത്, നീര് മാറാത്തത്. എപ്പോഴാണ് അറിഞ്ഞത്? എക്സ്റേ എടുത്തപ്പോഴാണ് അറിഞ്ഞത്. അല്ല CT സ്കാൻ എടുക്കുമ്പോഴാണ് അറിയുന്നത്, അല്ല MRI എടുക്കുമ്പോഴാണ് അറിയുന്നത്.
ഒരാൾ ബൈക്കിൽ നിന്ന് വീണു. അദ്ദേഹം വിചാരിച്ചു ചതുവേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. എക്സ്റേ എടുത്തപ്പോഴറിയുന്നു വാരിയെല്ലിന് പൊട്ടലുണ്ടെന്ന്. റെസ്റ്റ് എടുക്കണം, നല്ല മാസങ്ങളിരുന്ന് റെസ്റ്റ് എടുക്കണം, വാരിയെല്ലിന് പൊട്ടലുണ്ട്. എക്സ്റേയിലാണ് അറിഞ്ഞത്. നമ്മുടെ മനസ്സിനൊരു പൊട്ടലുണ്ടെങ്കിൽ ദൈവം എങ്ങനെയാ അറിയുക? എൻ്റെ കൈകാലുകളുടെ എല്ലുകൾക്ക് പൊട്ടൽ ബാധിച്ചാൽ അത് അറിയണമെങ്കിൽ ഡോക്ടറാണ് ഒരു എക്സ്റേ എടുത്തുകൊണ്ട് വരാൻ പറയും. പക്ഷെ എൻ്റെ മനസ്സിന് വേദന കൊണ്ടും വിങ്ങുന്ന വേദനകളുണ്ട്, മാറാത്ത വേദന. മനസ്സിന് ചില പൊട്ടലുണ്ട്. ദൈവത്തിനത് മനസ്സിലാക്കാൻ എന്നോടോ നിന്നോടോ പറയില്ല, പോയി ഒരു എക്സ്റേ എടുത്തുകൊണ്ട് വാ, നോക്കട്ടെ മനസ്സിന് പൊട്ടലുണ്ടോന്ന്. ദൈവം നിന്നെ കാണുമ്പോൾ അറിയാം നിന്റെ മനസ്സിന്റെ പൊട്ടൽ ഏതാണ്, നിന്റെ മനസ്സിന്റെ വേദന ഏതാണ്, നിന്റെ ആവശ്യം ഏതാണ്. ഇന്ന് ആ ആവശ്യത്തിന്റെ മേലാണ്, ആ പൊട്ടലിന്റെ മേലാണ് ദൈവത്തിന്റെ കരം വരാൻ പോകുന്നത്. താങ്ങാനാവുന്നതിലധികം ദുഃഖഭാരവുമായിരിക്കുന്നവരുണ്ട്. എന്നെ കാണാൻ വന്ന ചില അമ്മമാർ സാരി കൊണ്ട് മുഖം മറച്ച് കരഞ്ഞിട്ടുണ്ട്. അവിടെ നീ ശുശ്രൂഷകര് ഒരാൾ പോലും കാണരുത് എന്ന അർത്ഥത്തിലാണ് അവർ മുഖം മറച്ച് കരഞ്ഞത്. കാര്യം 5 മിനിറ്റോ 6 മിനിറ്റോ ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ. അവർ പറയാൻ തുടങ്ങിയ 2 മിനിറ്റിനുള്ളിൽ അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അവർ പൊട്ടിക്കരഞ്ഞുപോയി. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, അവർ സാരിയുടെ ഒരു ഭാഗം കൊണ്ട് അവരുടെ മുഖം മറയ്ക്കുന്നു, കണ്ണും മാത്രം ഒഴിച്ചിട്ട് മുഖവും ഒരു സൈഡും വായും എല്ലാം മറച്ചു പിടിക്കുന്നു. അവരുടെ മനസ്സിന്റെ വേദനയാണ്, മനസ്സിന്റെ പൊട്ടലാണ്. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. 10 കിലോമീറ്റർ അപ്പുറമല്ല എൻ്റെ ദൈവം ഉള്ളത്, എൻ്റെ അടുത്താണ്. ഹൃദയം നുറുങ്ങിയവർക്ക്, ഹൃദയം വേദനിക്കുന്നവർക്ക്, വിഷമിക്കുന്നവരാണോ, അസ്ഥിക്കോ എല്ലിനോ ഒന്നും പൊട്ടലില്ല, വാരിയെല്ലിന് പൊട്ടലില്ല, നടുവിന് പൊട്ടലില്ല നമുക്ക്, പക്ഷെ മനസ്സിന് പൊട്ടലുള്ളവരാണ്. വിങ്ങുന്ന വേദനയുണ്ട് പലർക്കും. ആ വേദനയുടെ മേലാ ദൈവത്തിന്റെ കരം ഇന്ന് പ്രവർത്തിക്കാൻ പോകുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ ഇടപെടൽ ഇന്ന് വരാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ആ വേദനയ്ക്ക് കാരണം ഒരു വ്യക്തിയായിരിക്കും, വീട്ടിലെ ഒരു സാഹചര്യമായിരിക്കും, വീട്ടിലെ ഒരു അസ്വസ്ഥതയായിരിക്കും, തകർന്ന ഒരു സാഹചര്യത്തെ നോക്കിയായിരിക്കും ആ പൊട്ടൽ നിങ്ങൾ അനുഭവിക്കുന്നത്. എന്നാൽ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഈ കസേരയെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോടൊന്ന് ചേർന്ന് നിൽക്ക്. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്നത് പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്ക്. ആ ദൈവത്തോടുള്ള ബന്ധം അവിടെ ഒരു വിടുതലായി മാറും. പ്രാർത്ഥിച്ച ഒരു വ്യക്തിയെ നോക്കിയിട്ട് ഒരാൾ ശത്രു പോലും പറയാനിടയാകരുത്, ഇവനൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഒരു ഗുണവും കിട്ടിയില്ലല്ലോ എന്ന് ഒരു കുഞ്ഞു പോലും പറയാൻ ഇടവരാത്ത വിധം കർത്താവ് ഈ വചനം ഓൺലൈനിലൂടെയോ ഇവിടെ ഇരുന്നും കേൾക്കുന്ന ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ഒരാൾ പോലും നീ പ്രാർത്ഥിച്ചിട്ട് എന്തായി, പ്രാർത്ഥിച്ചിട്ട് ഒരു ഗുണവും കിട്ടിയില്ലല്ലോ എന്ന് ശത്രു പോലും പറയാനിടവരുന്നു. ഇടവരാത്ത വിധം എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ. ഞാൻ അതിനു വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നു. മനോഹരമായൊരു വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ആ വചനം ഇതാണ്, സങ്കീർത്തനം 31-ാമത്തെ അധ്യായം. സങ്കീർത്തന പുസ്തകം 31-ാം അധ്യായം, 31-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊന്ന് വായിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട്. 9-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിക്കുകയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ വചനം നിങ്ങളെ സഹായിക്കും. ഈ വചനത്തിൽ നിനക്കുള്ളൊരു സൗഖ്യമുണ്ട്. ഈ വചനത്തിൽ നിനക്കായി ദൈവം വച്ചിരിക്കുന്ന ഒരു വിടുതലുണ്ട് എന്ന് വിശ്വസിക്കണം. ആ വചനം നിന്നിലേക്ക് വരികയാണ്. 9-ാമത്തെ വാക്യം, കർത്താവേ എന്നോട് കരുണ തോന്നണമേ. സങ്കീർത്തകനായ ദാവീദ് പ്രാർത്ഥിച്ചു. 31-ാം അധ്യായത്തിന്റെ തലക്കെട്ടിൻ ആ വചനത്തിന്റെ താഴെ ചെറിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, ദാവീദിന്റെ സങ്കീർത്തനം. അപ്പോൾ ഇത് ആരുടെയാണ് സങ്കീർത്തനം? ദാവീദ് പറയണം 9-ാമത്തെ വാക്യം, കർത്താവേ എന്നോട് കരുണ തോന്നണമേ. അതിന്റെ കാരണം അടുത്തത്, ഞാൻ ദുരിതം അനുഭവിക്കുന്നു. ഞാൻ അനുഭവിക്കുന്നതിന്റെ പേരെന്താണ്? ദുരിതം. അപ്പോൾ ഞാനോ നിങ്ങളോ മാത്രമല്ല ദുരിതം അനുഭവിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദാവീദ് പറഞ്ഞു, കർത്താവേ എന്നോട് കരുണ തോന്നണം, എൻ്റെ സിറ്റുവേഷൻ മോശമാണ്, ഞാൻ വളരെ കഷ്ടപ്പെടുന്നു, എൻ്റെ പ്രതിസന്ധികൾ വലുതാണ്, ഞാൻ ദുരിതം അനുഭവിക്കുന്നു. ഞാൻ എത്രയോ പേര് ആരെ കൊണ്ട് കൈ ഒപ്പിക്കുന്നില്ല, പക്ഷെ ഒരുപാട് പേര് പറയും ഞാനും ദുരിതത്തിലാണ്, എൻ്റെ കുടുംബം വളരെ ദുരിതത്തിലാണ്, സാമ്പത്തികമായി ദുരിതത്തിലാണ്, കഷ്ടതയിലാണ്, ഞാൻ ദുരിതം അനുഭവിക്കുന്നു. അടുത്തത്
ദുഃഖം കൊണ്ട് എൻ്റെ നയനങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു. എങ്ങനെയാ? അതെനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? വായിച്ചു പോകാൻ എളുപ്പമാണ്. കരഞ്ഞ് കരഞ്ഞ് എൻ്റെ കണ്ണ് ക്ഷീണിച്ചു പോയെന്ന്. കരഞ്ഞ് കരഞ്ഞ് ചിലരുടെ ശരീരം തളരുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. കരഞ്ഞ് കരഞ്ഞ് കണ്ണ് ക്ഷീണിച്ചു പോകുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില ആളുകൾ ഒരുപാട് കരയുമ്പോൾ അവരുടെ കണ്ണ് ചെറുതാകും. അപ്പോൾ നമ്മളോട് എന്താ നിങ്ങൾ കരഞ്ഞോ എന്ന് ചോദിക്കും. നമ്മൾ കരഞ്ഞതായിട്ടൊന്നും അവർ കരഞ്ഞതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അവരുടെ കണ്ണ് കാണുമ്പോൾ ആ കണ്ണിലെ ആ ഇടിമിപ്പിക്കലും ആ ഒരു നിറവും എല്ലാം കാണുമ്പോൾ, ആ ചുറ്റുമുള്ള ഭാഗം കാണുമ്പോൾ ഈ വ്യക്തി ഒത്തിരി കരഞ്ഞതുപോലെ. നിങ്ങൾ എന്തിനാ കരയുന്നത്? കരഞ്ഞ് കരഞ്ഞ് എൻ്റെ കണ്ണ് ക്ഷീണിച്ചു പോയെന്ന്. അപ്പോൾ അനുഭവിക്കുന്ന ദുരിതം അതേത് സ്കെയിൽ കൊണ്ട് നിങ്ങൾക്ക് അളക്കാൻ കഴിയും? സ്കെയിലുകൾ കൊണ്ട് അളക്കാൻ കഴിയാത്തത്ര ദുഃഖമുള്ളവരുണ്ട്. ഏത് സ്കെയിൽ കൊണ്ടും അളക്കാൻ കഴിയാത്ത ദുഃഖമുള്ളവർ. എഴുതിയിരിക്കുകയാണ്, എൻ്റെ നയനങ്ങൾ എൻ്റെ കണ്ണ് കരഞ്ഞ് കരഞ്ഞ് ക്ഷീണിച്ചു പോയി. ശരീരം ക്ഷീണിച്ചവരുണ്ട്, കരഞ്ഞ് കണ്ണുവരെ ക്ഷീണിച്ചവരുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ക്ഷീണിച്ചു. അടുത്തത്, എൻ്റെ ജീവനും ശരീരവും തളർന്നിരിക്കുന്നു. അപ്പോൾ നോക്കൂ, നമ്മളെപ്പോലെ തന്നെ ദാവീദിനും അനുഭവം ഉണ്ടായി. ദാവീദ് പറഞ്ഞു, ഞാൻ കരഞ്ഞ് കരഞ്ഞ് എൻ്റെ കണ്ണു വരെ ക്ഷീണിച്ചു, എൻ്റെ ശരീരവും ജീവനും തളർന്നിരിക്കുന്നു. മനസ്സും എല്ലാം ഏത് നിലയിലാണ്? തളർന്നു. ചേമ്പും താള് പോലെ തളർന്നിരിക്കുന്നു. സങ്കടം വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ തളർന്നു. എത്ര തൂക്കമുള്ള ആളാണേലും, എത്ര വലിയ മസിൽ പവറുള്ള ആളാണേലും സങ്കടം വരുമ്പോൾ വാടിപ്പോകും. ചേമ്പിൻ്റെ ഒരു കൂമ്പ് വെയിലത്തോട്ടിട്ടാൽ അത് വാടി കുഴഞ്ഞു നിൽക്കുന്നത് പോലെ മനുഷ്യൻ സങ്കടം കൊണ്ടും വാടിപ്പോകും. അങ്ങനെ ആരൊക്കെ ഇവിടെ ഉണ്ട്? അതുകൊണ്ടാണ് ഈ വചനം ഇന്നിവിടെ പ്രസംഗിച്ചത്. അല്ലെങ്കിൽ ഈ വചനം ഇന്നിവിടെ പ്രഘോഷിക്കപ്പെടില്ലായിരുന്നു. അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. പലരും സങ്കടമായിട്ട്. നമ്മളിങ്ങനെ ചിന്തിക്കില്ലേ, എൻ്റെ സങ്കടം ഞാൻ ആരോട് പറയും? ചിലരോടൊക്കെ നമ്മുടെ സങ്കടം പറഞ്ഞതാണ് നമ്മുടെ തെറ്റ്, അല്ലേ? ചിലരോട് നമ്മുടെ വേദനകൾ പറഞ്ഞതാണ് നമ്മുടെ ഇന്നത്തെ ദുഃഖം. ഇന്ന് 1000 വട്ടം ചിന്തിക്കുകയാണ്, ആ മനുഷ്യനോടത് പറയണ്ടായിരുന്നു. അവൻ ഓട്ടോറിക്ഷ വിളിച്ച് അവൻ എല്ലായിടത്തും ചെന്ന് പറഞ്ഞത്. ഞാൻ അവനോട് വളരെ സീക്രട്ടായിട്ട് പറഞ്ഞത്, അവൻ എന്തു വെപ്രാളവും ഓട്ടമായിരുന്നു ഇതൊന്ന് പറയാൻ വേണ്ടി. എനിക്കിപ്പം നാട്ടിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല, എല്ലാവരും എന്നെ ആർത്തി കാണുകയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഒരാളോട് പറഞ്ഞാൽ അത് ആരോടും പറയില്ല. ആരോട് പറഞ്ഞാൽ? എൻ്റെ ദൈവത്തോട് എൻ്റെ സങ്കടം പറഞ്ഞാൽ ദൈവം ഉടനെ ഒരു വണ്ടി സ്പെഷ്യലാക്കി അടുത്ത വീട്ടിൽ ചെന്ന് അവനിങ്ങനെ പറഞ്ഞു, അപ്പുറത്തവനോട് പറഞ്ഞു. നാട് നീളെ പറഞ്ഞു നടക്കാത്ത ഒരാളുണ്ട്, അതെൻ്റെ ദൈവമാണ്. ആ ദൈവം നിങ്ങളെയോ എന്നെയോ ചതിക്കത്തില്ല. നമ്മളെല്ലാം തുറന്നു പറഞ്ഞ പലരും ചതിച്ചു, വഞ്ചിച്ചു, പാരവച്ചു. നാട് മുഴുവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള പല നന്മകളെയും മുടക്കി കളഞ്ഞു. കല്യാണം വരെ മുടക്കി, സ്ഥലക്കച്ചവടം മുടക്കി. കൂടെ അതുപോലെ നിന്ന പലരും 8ന്റെ പണിയാണ് തന്നത്. നമ്മൾ കൂടെ നിന്ന പലരും 8ന്റെ പണി തന്നു. പക്ഷേ ദൈവത്തോട് എൻ്റെ ഹൃദയങ്ങൾ പറഞ്ഞാൽ ഒരിക്കലും ദൈവം എന്നെ ചതിക്കില്ല. എൻ്റെ ദൈവം എന്നെ പാരവക്കില്ല. എൻ്റെ ദൈവം എൻ്റെ തകർച്ചയ്ക്കൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിച്ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കൂ, ദാവീദ് പറഞ്ഞ വാക്ക് എന്ത് നമ്മുടെ ജീവിതവുമായി അതേപോലെ ഫോട്ടോകോപ്പി എടുത്ത പോലെ ഇരിക്കുകയാണ്. കരഞ്ഞ് കരഞ്ഞ് എൻ്റെ കണ്ണും ശരീരവും മനസ്സും തളർന്ന് ക്ഷീണിച്ചിരിക്കുന്നു. ഇതേ വാക്ക് നിങ്ങൾ വേറൊരു ഭാഗത്ത് ഉപയോഗിക്കും. എൻ്റെ കുടുംബത്തെ ഓർത്ത് ഇന്ന് എൻ്റെ അവസ്ഥ അതാണ്. എൻ്റെ ജീവിത പങ്കാളി ഓർത്ത് സത്യം പറയാലോ, ഇതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ സാമ്പത്തികത്തെ ഓർത്ത് ഇതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ മകനെ ഓർത്തും മരുമകളെ ഓർത്തും മകനെ ഓർത്ത് ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ എന്ന് ഉള്ളിൽ പറയുന്ന ആരുടെയോ സ്വരം ഇന്ന് ദൈവം കേൾക്കും. എവിടെയൊക്കെ വാടി തളർന്നവർ എന്നിട്ട് എന്തു ചെയ്തു? അടുത്തത്, എൻ്റെ ആയുസ് ദുഃഖത്തിലും എൻ്റെ വത്സരങ്ങൾ നെടുവീർപ്പിലും കടന്നു പോകുന്നു. എൻ്റെ ആയുസ് മുഴുവൻ എങ്ങനെയാ പോയത്? എൻ്റെ ആയുസ് മുഴുവൻ ദുഃഖം. ഞാൻ ചിരിച്ചതിനേക്കാൾ കൂടുതൽ കരയുകയാണുണ്ടായത്. എത്ര വയസ്സായി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ഇത്ര വയസ്സായി. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ജീവിതത്തിൽ കൂടുതൽ അനുഭവിച്ചത് സന്തോഷമോ സങ്കടമോ? അവർ ആലോചിക്കാതെ മറുപടി പറഞ്ഞു, ഞാൻ സന്തോഷം എന്നാണെന്ന് അറിഞ്ഞിട്ടില്ലെന്ന്.
ഞാൻ സങ്കടം എന്നാന്നേ അറിഞ്ഞിട്ടുള്ളൂ. മനസ്സറിഞ്ഞ് ചിരിച്ചിട്ട് ഒരുപാട് നാളായി. ഇതേ എഴുതിയിരിക്കുന്നു. ദാവീദ് പറഞ്ഞു, എൻ്റെ ആയുസ് ദുഃഖത്തിലാണ്, എൻ്റെ ജീവിതം കടന്നു പോകുന്നത് ദുഃഖത്തിലാണ്. അടുത്തതോ, എന്റെ വത്സരങ്ങൾ നെടുവീർപ്പിലും. എൻ്റെ നെടുവീർപ്പ് എന്ന് നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ടെൻഷൻ. നമ്മൾ പറയില്ലേ ടെൻഷൻ, ശ്വാസം എടുത്തു വിടും, നെടുവീർപ്പിട്ട്. എന്താ ടെൻഷൻ ചോദിക്കും, എന്താ ടെൻഷൻ? നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ പേരാ, നെടുവീർപ്പിൻ്റെ മറ്റൊരു പേരാ ടെൻഷൻ. മക്കളെ ഓർത്ത് ടെൻഷൻ, ജീവിതത്തെ ഓർത്ത് ടെൻഷൻ. ഇന്നിന് ആ കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ വരും. നെടുവീർപ്പ്. അടുത്ത വാക്യം, ദുരിതം കൊണ്ട് എന്റെ ശക്തി ക്ഷയിക്കുന്നു. ഒന്ന് വായിച്ച്, ദുരിതം കൊണ്ട് എന്റെ അപ്പൊ ശക്തി. നിസ്സാരമായ ദുരിതമൊന്നും അല്ലിത്. നമ്മൾ പറഞ്ഞ കാലയിൽ ഒരു പരു വന്നു, പുറത്തൊരു ചൊറി വന്നു എന്ന് പറഞ്ഞ ദുഃഖമൊന്നും അല്ലിത്. ഇതിന്റെ പേര് ദുരിതം എന്നാണ്. ഇതിനാഴമേറിയ പ്രതിസന്ധിക്ക് പറയുന്ന മറ്റൊരു പേരാണ് ദുരിതം. ഒന്നുകൂടെ വായിച്ചേ. ദുരിതം കൊണ്ട് എന്റെ ശക്തി ക്ഷയിക്കുന്നു. ദുരിതം കൊണ്ട്, സങ്കടം കൊണ്ട്, ഭാരം കൊണ്ട് എൻ്റെ ഉള്ള ശക്തി ക്ഷയിച്ചു പോയി. പിന്നെയോ, എന്റെ അസ്ഥി ദ്രവിച്ചു പോകുന്നു. അയ്യോ, അത് കഷ്ടമുള്ള കാര്യമാണ്. ഇത് ശരീരത്തെ മാത്രമല്ല ബാധിച്ചത്, എല്ലിനെ കൂടി ബാധിച്ചിരിക്കുന്നു. എൻ്റെ അസ്ഥി പൊടിയാൻ തുടങ്ങിയിരിക്കുന്നു, എൻ്റെ അസ്ഥികൾ വരെ പൊട്ടാൻ തുടങ്ങിയിരിക്കുന്നു. അടുത്തത്, ശത്രുക്കൾക്ക് ഞാൻ പരിഹാസപാത്രമായി. നാട്ടിലുള്ളവരും അറിയുന്നവരും നോക്കി എന്നെ പരിഹസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായി. നാണക്കേട് കൊണ്ട് എവിടെ ഇറങ്ങിയാലും എന്നെ പരിഹസിക്കുന്നു, കളിയാക്കുന്നു, നിന്ദിക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഒത്തിരി പേർക്ക് ഇത് മനസ്സിലാകില്ല. ഒരുപാട് പേരും ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ഒത്തിരി നിന്നെ അനുഭവിക്കുന്ന ആളാണെന്ന്. നിന്നെ അനുഭവിച്ചിട്ടുള്ളവർക്കേ അതിൻ്റെ വേദനയും ആഴവും അറിയത്തുള്ളൂ. ഏറ്റവും കൂടുതൽ നിന്നെ അനുഭവിച്ചത് ആരാണ്? യേശുവാണ്. അതുകൊണ്ട് എൻ്റെ ആ തരത്തിലുള്ള വേദന ഈ ലോകത്തിൽ ആരേക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? യേശുവിന് കഴിയും. കാരണം അവൻ നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്, അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ഒരുങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു അനുഭവം ഉണ്ട്, ക്ഷയിച്ചും ക്ഷീണിച്ചും തളർന്നുമായിരിക്കുന്നെങ്കിൽ, അസ്ഥികൾ പോലും ദ്രവിച്ചു പോകുന്ന തരത്തിൽ മനോദുഃഖത്തിലാണെങ്കിൽ, ഇന്ന് ദൈവത്തിന്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ വരും. ആമേൻ. ഞങ്ങൾ വിശ്വസിച്ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം ഒന്ന് വായിക്കുക. അടുത്ത വാക്യം ഭയങ്കര പെട്ടെന്ന് വായിച്ചു വിടാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ വായിക്കുന്നത്. 11-ാമത്തെ വാക്യം, അയൽക്കാർക്ക് ഞാൻ ഭീകര സത്വമാണ്. അയൽക്കാർക്ക് ഞാൻ കൊള്ളാതായി. അടുത്തത്, പരിചയക്കാർ എന്നെ കണ്ട് നടുങ്ങുന്നു. എന്നെ പണ്ട് കണ്ട് പരിചയമുള്ളവർ എന്നെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് അത്ഭുതപ്പെടുവാണ്. നിനക്ക് എന്തു പറ്റി എന്നാ ചോദിക്കുന്നു. അടുത്തത്, തെരുവിൽ എന്നെ കാണുന്നവർ ഓടി അകലുന്നു. തെരുവിൽ, ടൗണിലേക്ക് ചെല്ലുമ്പോൾ പണ്ട് പലരും അങ്ങോട്ട് ചെല്ലുന്ന പാടെ എന്നാ ഉണ്ടാ വിശേഷം എന്ന് ചോദിച്ചു വരുമായിരുന്നു. ഇപ്പോൾ ടൗണിൽ ചെല്ലുമ്പോൾ ഓരോരുത്തർ വേഗം ഓടി മാറുകയാണ്. ഇന്ന് കൂടെ മിണ്ടാനാളില്ല, പറയാനാളില്ല, എന്തോ വലിയൊരു ഒറ്റപ്പെടൽ പോലെ. അടുത്ത വാക്യം, 12-ാമത്തെ വാക്യം, മൃതനെ പോലെ ഞാൻ വിസ്മൃതനായിരിക്കുന്നു. മരിച്ചവനെ പോലെ ഞാൻ വിസ്മൃതിയനായി എന്ന് പറഞ്ഞാൽ ആളുകൾ എന്നെ മറക്കാൻ തുടങ്ങിയിരിക്കുന്നു, എന്നെ ആളുകൾ മറന്നു തുടങ്ങിയിരിക്കുന്നു. അടുത്ത വാക്യം വായിക്കാൻ വേണ്ടിയാ ഞാൻ ഇവിടം വരെ ഒന്ന് എത്തിച്ചത്. അടുത്ത വാക്യം, ഞാൻ ഉടഞ്ഞു ചിതറിയ പാത്രം പോലെയായി തീർന്നു. ഏതുപോലെയായി? ദാവീദ് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഉടഞ്ഞ് ചിതറിയ പാത്രം പോലെയായി മാറിയിരിക്കുന്നു. ഏത് പാത്രം പോലെയാ? ഉടഞ്ഞു ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പാത്രം, ചില്ല് പാത്രം, ആ ടൈൽസിലേക്കൂടെ, അപ്പോൾ അത് പല കഷ്ണങ്ങളായി പൊട്ടിച്ചെതറും. ദാവീദ് പറയുവാണ്, നിലത്ത് വീഴുന്ന ഒരു ചില്ല് പാത്രം പൊട്ടിച്ചെതറിയതുപോലെ ഇത് എഴുതിയിരിക്കുന്നു, ഞാൻ പാത്രം കണക്കെ ഉടഞ്ഞു ചിതറിയ പാത്രം പോലെ ആയിരിക്കുന്നു. ഈ അവസ്ഥയെ ദൈവം ഇടപെട്ടോ, പരിഹരിച്ചോ? ഈ സങ്കീർത്തനം 31-ാം അധ്യായത്തിന്റെ അടുത്ത ഭാഗം എന്നറിയാമോ? ഇത്രയും ദുരിതത്തിൽ നിന്ന്, ഇത്രയും ഉടഞ്ഞ ചിതറിപ്പോയ അവസ്ഥയിൽ നിന്ന് ദൈവം ദാവീദിനെ അനുഗ്രഹിച്ച ഭാഗമാണ് ഇതിന്റെ 20-ാമത്തെ വാക്യം തൊട്ട്. അതാണ് 19-ാമത്തെ വാക്യം. ഒന്ന് ഉറക്കെ വായിക്കണം. ഇതായിരുന്നു ഉടഞ്ഞു ചിതറിയ പാത്രം പോലെയായിരുന്നു ദാവീദിന്റെ ജീവിതം. പക്ഷെ അവിടെ നിന്ന് ദൈവം എന്ത് ചെയ്തു എന്ന് എഴുതിയിരിക്കുകയാണ്. ഇവിടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉടഞ്ഞു ചിതറിയ പാത്രം പോലെയാണോ? നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ മക്കൾ ഉടഞ്ഞു ചിതറിയ പാത്രം പോലെയാണോ? ദൈവം അതിനെ ചേർക്കുന്ന ദൈവീകമായ ഈ വചനം കേൾക്കുന്നതിന്റെ പിറകിൽ
ദൈവത്തിന്റെ വിലയുള്ള ഒരു പദ്ധതി മറഞ്ഞിരിപ്പുണ്ടെന്ന് ഞങ്ങൾ ഈ വിശ്വസിക്കുന്നു. വചനം എന്നെ ഇന്ന് കേൾപ്പിച്ചത് പരിശുദ്ധാത്മാവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ മേൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കാമോ? ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ കരങ്ങളെ ഉയർത്തി ഉറക്കിയെന്ന് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞ വാക്ക് നമ്മൾ എന്ത് വാക്കാ നോക്കൂ. ഉടഞ്ഞു ചെതറിയ പാത്രം പോലെ. ഉടഞ്ഞ പാത്രം പോലെയല്ല, പൊട്ടിപ്പോയി ചെതറിയും പോയി. രണ്ടും രണ്ടാണ്. ഉടഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ വീണടത്ത് പൊട്ടിക്കിടക്കുന്നു. ചെതറിപ്പോയി എന്ന് പറഞ്ഞാൽ വീണടത്തുനിന്ന് പല കഷ്ണങ്ങളായി ചെതറിയിരിക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവിടെ എന്തു ചെയ്തു എന്ന് കേട്ടെ. 31 അധ്യായം 19 വാക്യം. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. പൊട്ടിച്ചെതറിപ്പോയി എന്ന് പറഞ്ഞ മനുഷ്യൻ ദാവീദ് സാക്ഷ്യം പറയുവാണ്, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, എത്ര വലുതാണ്. പാത്രം കണക്കെ പൊട്ടിയ ഒരാൾ സങ്കടമല്ലേ പറയേണ്ടത്? അപ്പോൾ ഇതിന്റെ തൊട്ടുപുറകിൽ ദൈവം ഇടപെട്ട അനുഭവത്തിൽ നിന്നുകൊണ്ട് ദാവീദ് പറയുകയാണ്, ദൈവമേ, പൊട്ടിപ്പോയ ചിതറിപ്പോയ പാത്രം പോലെ ആയിരുന്നു ഞാൻ. എൻ്റെ കണ്ണുകൾ പോലും കരഞ്ഞ് ക്ഷീണിച്ചു പോയി. ശരീരം മനസ്സും തളർന്ന് അയൽവാസികൾ എന്നെ പരിഹാസപാത്രമാക്കി. ഞാൻ ടൗണിലേക്ക് ചെല്ലുമ്പോൾ ആളുകൾ ഓടി അകലുന്നു. ഞാൻ അനുഭവിക്കാത്ത സങ്കടങ്ങളില്ല. തകർന്നു തരിപ്പണമായി. ഇപ്പോൾ ദാവീദ് പറയുന്നു, കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. ഇത് ആർക്ക് കിട്ടും? തന്റെ ഭക്തർക്ക് വേണ്ടി. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം ആർക്ക് ലഭിക്കത്തുള്ളൂ? ദൈവത്തിന്റെ ഭക്തന്മാർക്ക്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കൈവരാൻ തുടങ്ങും. അവരിലേക്ക് ഈ അനുഗ്രഹം പകരപ്പെടാൻ തുടങ്ങും. അതൊരു പ്രോസസ്സാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കാണാം, ചില മരത്തിൽ ചില ശാഖകൾ നിൽക്കുമ്പോൾ ആ ശാഖയ്ക്ക് ഒരു ജീവനാണ്. ഒരു വാക്കത്തി എടുത്തിട്ട് ഒറ്റ വെട്ട് കൊടുത്താൽ ആ ശാഖ നിലത്ത് കിടക്കും. 1 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ഇലയ്ക്ക് വാട്ടം വരും. 2 ദിവസം കഴിയുമ്പോൾ അത് വാടി ഉണങ്ങാൻ തുടങ്ങും. 10 ദിവസം കഴിയുമ്പോൾ അത് അടുപ്പിൽ വെച്ച് കത്തിക്കാൻ പാകത്തിന് അത് ഉണങ്ങിപ്പോകും. എന്താ പറ്റിയത്? അങ്ങോട്ടേക്കുള്ള ആ വേര് വലിച്ചെടുക്കുന്ന ആ ജീവരസം ഒഴുകിപ്പോയി എത്താൻ പറ്റാത്ത വിധത്തിൽ അത് മുറിക്കപ്പെട്ടു പോയത് കൊണ്ടാണ്. നിങ്ങൾക്ക് ദൈവത്തോട് ചേർന്ന് നിന്നാൽ ഒരു വാട്ടലും ഉണങ്ങലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും. എഴുതിയിരിക്കുന്ന വാക്ക് നോക്കൂ, തന്റെ ഭക്തർക്കത് ഒരുക്കി വെച്ചിരിക്കുന്നു. ആ വാക്ക് പറഞ്ഞേ, ഒരുക്കി വെച്ചിരിക്കുന്നു. എന്നാ പറഞ്ഞോണ്ടാ ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത് അറിയാമോ? ഇന്ന് കേൾക്കുന്ന വചനത്തിൽ ദൈവം എനിക്കുള്ള സൗഖ്യത്തെ ഒരുക്കി വെച്ചിരിക്കുന്നു. ദൈവം ഇന്ന് കേൾക്കുന്ന വചനത്തിൽ എന്റെ കുടുംബത്തിന്റെ വിടുതൽ ഒരുക്കി വെച്ചിരിക്കുന്നു. ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായ വാക്കല്ല, തട്ടിക്കൂട്ട് പരിപാടിയല്ല. ദൈവസന്നദ്ധിയിലേക്ക് ദൈവത്തിൽ ആശ്രയിച്ചു വരുന്നവർക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തേലും ചെയ്ത് എതിരേലും പോയാൽ ഈ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ വരത്തില്ല. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ചിന്തിച്ചു നോക്കിയേ, അത് സത്യമാണ്. ഞാൻ എൻ്റെ ഉദാഹരണം പറയുന്നത്. നമ്മൾ ഒരു മനുഷ്യൻ പറമ്പിൽ മുഴുവൻ കിളച്ച് പണിയൊക്കെ എടുത്ത് വേർത്ത് കുളിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു വാക്ക് പറയും, ആ ഫാൻ ഇടാൻ പറയും. ഫാൻ ഇട്ടിട്ട് അപ്പുറത്തെ മുറിയിൽ പോയിരുന്ന കാറ്റ് കിട്ടുമോ? ഫാൻ ഇവിടെ ഇട്ടിട്ട് അടുക്കളയിൽ പോയിരുന്ന കാറ്റ് വരുമോ? ഫാൻ ഇട്ടതിൻ്റെ നേരെ അടിയിൽ തന്നെ കസേര ഇട്ടോ നിലത്തോ അവിടെ ഇരിക്കും. എന്തിനായിരുന്നത്? ആ കാറ്റ് കൊള്ളാൻ വേണ്ടി. എനിക്ക് തണുപ്പ് അനുഭവിക്കണം. ആ AC ഓണാക്ക്. AC ഓണാക്കിയിട്ട് ആ പറമ്പിലെ മുറ്റത്ത് പോയിരുന്നാൽ ആ ACയുടെ തണുപ്പ് അനുഭവിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല. ആ ACയുടെ തണുപ്പ് ഓണം ചെയ്ത ACയുടെ തണുപ്പ് ആ വ്യക്തിക്ക് അനുഭവിക്കണമെങ്കിൽ അതിനകത്ത് കയറിയിരിക്കണം. അല്ലെങ്കിൽ ഫാന് ഇട്ടിട്ട് അപ്പുറത്തെ അവിടെ പോയിരുന്നാൽ കാറ്റ് കിട്ടത്തില്ല, അതിൻ്റെ ചോട്ടിൽ വന്നിരിക്കണം എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം ആഗ്രഹിക്കുന്നവർ ദൈവവചനത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരുക്കി വച്ചത് ആ വ്യക്തിയും കുടുംബവും അനുഭവിക്കാൻ തുടങ്ങും. ഒന്നും കൂടെ വാക്ക് വായിക്കാമോ? അങ്ങ് തന്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ എന്ന് പറഞ്ഞാൽ എന്താ? കുറെ കാര്യങ്ങൾ ഒരുക്കി വെച്ച്. നിങ്ങൾ എങ്ങനെ ശ്രദ്ധിച്ചേ? നിങ്ങൾ എന്നോട് പറഞ്ഞ പ്രാർത്ഥനകൾ ചിലപ്പോൾ ദൈവം എൻ്റെ കുടുംബം അനുഗ്രഹിക്കും, അത് ദൈവം നിനക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ അത് ദൈവം നിനക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിനക്ക് ദൈവം അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് ഇവിടെ നീ ഇരിക്കുന്ന അപ്പുറത്ത് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തിരുന്ന് കുറ്റവും പറഞ്ഞ് വിമർശിച്ചുകൊണ്ടിരിക്കുക. അത് നിന്റെ കൈവശ അടുത്തേക്ക് തന്നെ ഒരു വണ്ടി കയറി വരുമെന്ന് ചിന്തിക്കരുത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ
ദൈവം ഒരുക്കി വച്ചത് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അടുത്ത വാക്യം, അങ്ങിൽ അഭയം തേടുന്നവർക്ക്. എങ്ങനെയാണ്? അങ്ങയിൽ അഭയം തേടുന്നവർ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് ഒളിച്ചും പാത്ത് കൊടുക്കുമോ? എങ്ങനെ കൊടുക്കും? അവ പരസ്യമായി. എന്താ പരസ്യമായി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാൻ ചില പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ട്, ഇവിടെ സാക്ഷ്യം എഴുതി അയച്ചിട്ടുണ്ട്. അപ്പൊ എന്താണത്? നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചതല്ല, 1000 ആളുകളോടൊപ്പം പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ദൈവം പരസ്യമായി നൽകിയ അനുഗ്രഹമാണത്. 4 പേർ അറിയാൻ നൽകിയ അനുഗ്രഹമാണത്. 4 പേരും അറിയാൻ വേണ്ടി ദൈവം ഒരുക്കി തന്ന അനുഗ്രഹമാണ് നിങ്ങൾ അനുഭവിച്ചത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം പരസ്യമായി നൽകും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് നന്മ പരസ്യമായി നൽകും, പരസ്യമായി കൊടുക്കും. പരസ്യമായി കൊടുക്കുന്നത് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അത് ആ വ്യക്തിയുടെ കരങ്ങളിൽ ദൈവം ഏൽപ്പിക്കും. ദൈവം ഏൽപ്പിക്കും. ഒരുക്കി വച്ചിരിക്കുന്നത് അവരവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. എൻ്റെ വീട്ടിൽ നാളെ 10 പേര് ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ തന്നെ ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് അവർ വരും. അവർ 10-12 പേരുണ്ട്. അവർക്ക് ഭക്ഷണം ഒരുക്കി വെക്കും. ഈ ഭക്ഷണം ഒരുക്കി വെക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ 5, 6, 10 പേര് ഗസ്റ്റ് വരുമ്പോൾ ആ ഭക്ഷണം ഒരുക്കി മേശപ്പുറത്ത് വെച്ച് അവർ ആസ്വദിക്കുന്നത് നമ്മൾ ഇപ്പുറത്തിരുന്ന് നോക്കും. നമുക്ക് അവരുടെ മുഖഭാവം പോലും സന്തോഷമാണ്. നമ്മൾ ഉണ്ടാക്കിയ ഒരു ഭക്ഷണം കഴിക്കുന്നത് നമുക്കെന്തോ ഒരു സന്തോഷമാണ്. എന്നിട്ട് അവർ നമ്മളോട് നോക്കി പറയാന്നിരിക്കട്ടെ, നല്ല ചോറാണ്, നല്ല കറിയാണ് കേട്ടോ, ആരാ ഉണ്ടാക്കിയത് ചോദിച്ചാൽ പിന്നെ അവരുടെ മനസ്സിൽ കിട്ടേണ്ട സന്തോഷം 100 ഇരട്ടിയാണ്. ദൈവവും ഇതുപോലെയാണ്. ദൈവം എനിക്കായി ഒരുക്കിയിരിക്കുന്ന നന്മകൾ ഞാൻ സ്വീകരിച്ചു. ദൈവമേ, ഈ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ മനസ്സിനെ ഒരുപാട് സന്തോഷിപ്പിക്കും. മനുഷ്യനെ സന്തോഷിപ്പിക്കുമെങ്കിൽ അത് ദൈവത്തെയും സന്തോഷിപ്പിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം, അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു. എന്നൊരു വാക്ക് എനിക്കിത് മനസ്സിലായില്ല, ഒന്നും കൂടെ വായിക്കാം. അങ്ങ് അവരെ ദാവീദ് പറയാണ്, നിഗൂഢമായ പല പ്രശ്നങ്ങളും എനിക്ക് ചുറ്റും വന്ന് നിൽക്കുകയാണ്. എനിക്ക് ചുറ്റും 100 പ്രശ്നങ്ങൾ അല്ല, 1,00,000 പ്രശ്നങ്ങൾ അല്ല, എനിക്ക് 100,000 കോടി പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളിലൊന്നും നിനക്കൊരാപത്ത് വരാതിരിക്കാൻ നിന്നെ ദൈവം എന്തു ചെയ്യും? ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു വെക്കും. ആരൊളിപ്പിച്ചു വെക്കും? ദൈവം നിന്നെ സൂക്ഷിക്കും. ദൈവം നിന്റെ കുടുംബത്തെ സൂക്ഷിക്കും. ദൈവം നിന്നെ മറച്ചു വെക്കും. ശത്രുവിന് നിന്നെ തകർക്കണമെന്നും ഇല്ലാതാക്കണമെന്നും വ്യാമോഹമുണ്ടെങ്കിലും ശത്രുവിന് നിന്നെ തൊടാൻ പറ്റാത്ത വിധത്തിൽ ദൈവം നിന്റെ സാന്നിധ്യത്തിൽ, ദൈവം തന്റെ സാന്നിധ്യത്തിൽ നിന്നെ മറച്ചു വെക്കും. ആരോ ഊഹാപോഹം പറഞ്ഞതല്ല, ദാവീദ് പറഞ്ഞു, എൻ്റെ അയൽക്കാർ എനിക്കെതിരായിരുന്നു, പലരും എനിക്കെതിരായിരുന്നു, പല സങ്കടത്തിൽ ഞാൻ തകർന്നിരിക്കും. ആ സമയത്ത് ദാവീദിനെ ദൈവം എന്തു ചെയ്തു? ദൈവം തന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു വെച്ചു എന്ന് ഇത് അനുഭവിച്ചവരുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങളും. ചിലർ ചോദിക്കില്ലേ, ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് നീ എങ്ങനെ രക്ഷപ്പെട്ടു? ഞാനാണെങ്കിൽ എനിക്കറിയില്ല കേട്ടോ, ഞാനാണെങ്കിൽ ചിലപ്പോൾ നാട് വിട്ടു പോയേനെ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ചിലപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്തു പോയേനെ. നിന്നെ സമ്മതിക്കണം കേട്ടോ, അത് ആ വ്യക്തിയുടെ ഗുണമല്ല, ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ ദൈവം സൂക്ഷിച്ചതിന്റെ പ്രത്യേകതയാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇത്രയും കാര്യങ്ങൾ കേട്ട് നമുക്ക് മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിക്കണം. എന്തു കാര്യങ്ങളാ കേട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് കണ്ണുകൾ അടച്ച്. എനിക്ക് ആ വാക്യം വായിച്ചിട്ട് കൊതി തീരാത്ത വിധത്തിൽ ഒരു ആഗ്രഹം മനസ്സിൽ കിടക്കുവാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവൻ ആവശ്യമുള്ളത് ഒരുക്കി വച്ചിട്ടുണ്ടെന്ന്. ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രം, ഈ ഒരു ശുശ്രൂഷാലയം, ഈ അൾത്താര, ഈ പ്രത്യേക സ്ഥലം എന്തെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കുള്ള അനുഗ്രഹത്തെ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന സമയമാണിത്. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കടമ എന്നറിയാമോ? അത് എടുത്ത് നിങ്ങളിൽ എത്തിക്കുക, അത് വിളമ്പി തരിക. ആ ഒരു ഡ്യൂട്ടിയാ പാട്ടുകാർക്കും പ്രസംഗിക്കുന്നവർക്കും ശുശ്രൂഷ ചെയ്യുന്നവർക്കുള്ള ഒരു അനുഗ്രഹം. ഇല്ലാത്ത ഒന്നല്ല, ദൈവം ഒരുക്കിയതിനെ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരുടെ കരങ്ങളിൽ
കൈമാറി കൊടുക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. എഴുതിയിരിക്കുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അവിടുന്ന് അവ പരസ്യമായി കൊടുക്കും. അത് പരസ്യമായി കൊടുക്കും. കണ്ണുകളും അടച്ച് ഇതാ പ്രാർത്ഥനയോടെ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിച്ച്, നിങ്ങൾക്കുള്ള ഒരു അനുഗ്രഹം നിങ്ങളുടെ കൺമുമ്പിൽ ദൈവം എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്കുള്ള അനുഗ്രഹം വളരെ വിദൂരത്തല്ല. ഇന്നത്തെ വചനം എനിക്ക് വേണ്ടി തന്നെയുള്ളതാണ്. അയ്യോ, അത് എന്നോട് തന്നെയാണ് സംസാരിച്ചത്. എനിക്ക് വേണ്ടി തന്നെയാണ്. അതെനിക്ക് എന്ത് ബലം നൽകിയെന്നറിയാമോ? എനിക്കത് എന്തുമാത്രം പ്രത്യാശ നൽകിയെന്നറിയാമോ? എന്റെ ജീവനെയാണ് പിടിച്ചു നിർത്തിയത്. ഞാൻ ഇത് കഴിയുമ്പോൾ എന്തു ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് കരയാൻ പോലും കണ്ണുനീരില്ലാതെ ഞാൻ മാനസികമായി ശാരീരികമായി തളർന്നിരിക്കുന്ന സമയത്ത് ഈ വചനം ഒരു ഔഷധം പോലെ എന്റെ അടുത്തെത്തിയത്. ഇതാ എന്റെ കര ഞാൻ ദൈവസന്നിധിയിൽ ഉയർത്താൻ തുടങ്ങുന്നു. തന്നിൽ ആശ്രയിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് അവിടുത്തെ അനുഗ്രഹത്തെ ദൈവം ഒളിച്ചും പാത്തും കൊടുക്കുമെന്നല്ല, പരസ്യമായി കൊടുക്കും. വിശ്വസിച്ച് പറഞ്ഞേ ദാവീദ് പറയുവാണ്, കരഞ്ഞ് കരഞ്ഞ് എന്റെ കണ്ണു വരെ ക്ഷീണിച്ചു പോയി. ശരീരം മാത്രമല്ല, മനസ്സ് മാത്രമല്ല, എന്റെ കണ്ണ് പോലും ക്ഷീണിച്ചു പോയി. ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെയായി മാറി. ഉടഞ്ഞ പാത്രത്തെക്കാൾ ഉപരി ഉടഞ്ഞ് ചിതറിപ്പോയൊരു പാത്രം പോലെ. ഇനി ഒരാൾക്കും എന്നെ ഒന്ന് നന്നാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ തന്നിൽ ആശ്രയിച്ച് എന്റെ ജീവനെ, എന്റെ ജീവിതത്തെ ദൈവം തന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു. സാന്നിധ്യത്തിന്റെ മറവിൽ. പ്രിയപ്പെട്ടവരെ, എന്നോട് ഒരാൾ പറഞ്ഞു, എനിക്ക് ഒരുപാട് കേസുകളുണ്ട്, എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട്, ഈ സ്ഥലം ഒന്ന് വിറ്റ് പോകാൻ നോക്കിയിട്ട് അതും പറ്റണില്ല. എനിക്ക് ആകെ ഞാനും എൻ്റെ കുടുംബവും മുഴുവൻ ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ചിന്തിച്ചു. അങ്ങനെ ഒരു പ്രതിസന്ധിയാണ്. അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അവരോട് ഞാൻ പറഞ്ഞൊരു വാക്ക് ഞാനിപ്പോൾ ഓർക്കുവാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ആത്മഹത്യയെക്കുറിച്ചും തകർച്ചയെക്കുറിച്ചും അല്ല സുഹൃത്തെ നീ ചിന്തിക്കേണ്ടത്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് ദാവീദിനെ തന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു വച്ചതുപോലെ. കാര്യം, ഒരു സൈഡിൽ നിനക്ക് 100,000 കോടി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കോടാനുകോടി വിഷമങ്ങൾ നിന്നെ തിളച്ച വെള്ളം പോലെ ഒരു ഭാഗത്ത്. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാം, ഒരമ്മ തൻ്റെ കയ്യിലുള്ള കുഞ്ഞിനെ ഏതെങ്കിലും ഒരു ദുഷ്ടൻ തട്ടിപ്പറിച്ചു കൊണ്ട് പോകാൻ നോക്കിയാൽ തൻ്റെ മുഴുവൻ ശക്തിയും ആരോഗ്യവും ശബ്ദവും ഉപയോഗിച്ച് അതിനെ തടയുന്നത് പോലെ എന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് കരമുയർത്താമോ? എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവമുണ്ട്. എന്നെ അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിൽ മറച്ചത് കൊണ്ടാണ് ഞാൻ തകർന്നു പോകാത്തത്, ഞാൻ വീണു പോകാത്തത്, ഞാൻ നശിച്ചു പോകാത്തത് എന്ന് പറഞ്ഞ് വിശ്വസിച്ചൊന്ന് സ്തുതിക്കാമോ? നിറയും മരുഭൂയാത്രയതിൽ ഭാരങ്ങളേറും ഈ ലോകവീതിയതിൽ. നോവുകൾ നിറയും മരുഭൂയാത്രയതിൽ ഭാരങ്ങളേറും ഈ ലോകവീതിയതിൽ. യേശുവമിടയൻ കൂടെയുണ്ട്, കൺമണി പോലെ കാത്തിടുവാൻ. യേശുവമിടയൻ കൂടെയുണ്ട്, കൺമണി പോലെ കാത്തിടുവാൻ. നോവുകൾ നിറയും മരുഭൂയാത്രയതിൽ ഭാരങ്ങളേറും ഈ ലോകവീതിയതിൽ. യേശുവമിടയൻ കൂടെയുണ്ട്, കൺമണി പോലെ കാത്തിടുവാൻ. യേശുവമിടയൻ കൂടെയുണ്ട്, കൺമണി പോലെ കാത്തിടുവാൻ. ഇടയൻ കൂടെയുണ്ട്, കൺമണി പോലെ കാത്തിടുവാൻ. പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ ഇന്ന് കേട്ട് കാണും. ദാവീദ് പറഞ്ഞു, ഞാൻ നിലത്ത് വീണ് പൊട്ടിച്ചെതറിയ പാത്രം പോലെയാണ്, ഞാൻ അത്രയും തകർന്നിരിക്കുവാണ്. എന്നിട്ട് ഇനി കേൾക്കാൻ പോകുന്നത്, ഇങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടോ ഇല്ലയോ എന്നാണ്. ഇടപെട്ടെന്നാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ അതേ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും. അതൊരുങ്ങി അതൊന്ന് കേൾക്കാൻ പോവുകയാണ്. ഒന്നിരിക്കാം.
ഒരു കുഞ്ഞു കാര്യം കൂടെ ഒന്ന് വേഗത്തിൽ പറയുകയാണ്. സങ്കീർത്തനം 31 അധ്യായം 21 വാക്യം ഒന്ന് വായിക്കുകയാണ്. ദാവീദ് ഇത്രയും ചെതറിപ്പോയ മനുഷ്യൻ, കരഞ്ഞ് പ്രാർത്ഥിച്ച മനുഷ്യൻ, ജീവിതത്തിൽ ദൈവം ഇടപെട്ടോ? കേൾക്കാൻ പോകുന്നത് ദൈവം ഇടപെട്ടു എന്നാണെങ്കിൽ തർക്കമില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും. ഇനി ഇടപെട്ടൊന്നുമില്ല എന്നാണ് സങ്കീർത്തകൻ പറയുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടിയാലായിരിക്കും. എന്താ, നമുക്ക് കേട്ടു നോക്കാം. അടുത്തത്, കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. മുമ്പേ കരഞ്ഞ മനുഷ്യൻ ഇപ്പോൾ പറയുകയാണ്, കർത്താവേ വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ എന്തോ നടന്നിട്ടുണ്ട്, എന്തോ സംഭവം നടന്നിട്ടുണ്ട്, എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പറയില്ലല്ലോ, നേരത്തെ അദ്ദേഹം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞില്ല. ഞാൻ കരഞ്ഞു കലങ്ങി, കണ്ണു ക്ഷീണിച്ചു, ശരീരം ക്ഷീണിച്ചു, ഞാൻ തകർന്നു, പാത്രം പോലെ ചെതറിപ്പോയ മനുഷ്യൻ ഇപ്പോൾ പറയുന്നു, സങ്കീർത്തകൻ ദാവീദ്, ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണാവോ കാരണം? ആക്രമിക്കപ്പെട്ട നഗരത്തിൽ എന്ന പോലെ, ആക്രമിക്കപ്പെട്ട നഗരത്തിൽ എന്ന പോലെ ഞാൻ അസ്വസ്ഥനായിരുന്നു. പാസ്റ്റ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഇന്നലകളിൽ അസ്വസ്ഥനായിരുന്നു. ആയിരുന്നു എന്നാണ്, പാസ്റ്റ് ടെൻസ് ആണ്. ഓർത്ത് പറയുകയാണ്, ഞാൻ അങ്ങനെയായിരുന്നു, അസ്വസ്ഥനായിരുന്നു. എൻ്റെ കുടുംബം അങ്ങനെയായിരുന്നു, എൻ്റെ വീട് അങ്ങനെയായിരുന്നു, എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു, അസ്വസ്ഥനായിരുന്നു. എന്നാൽ ഇപ്പോഴോ അവിടുന്ന് വിസ്മയകരമാം വിധം, വിസ്മയകരം എന്ന് പറഞ്ഞാൽ അത്ഭുതം തോന്നത്തക്ക വിധം, അതാണ് വിസ്മയകരമായ വിധത്തിൽ. അപ്പൊ നോക്കൂ, ഇന്നും നിങ്ങൾ ഉടഞ്ഞ പാത്രം പോലെയാണോ? നിങ്ങളുടെ ജീവിതമോ ഭാവിയോ ശരീരമോ എന്തും ഉടഞ്ഞ പാത്രം പോലെയാണോ? വീണു എന്ന് മാത്രമല്ല, ചിതറിക്കപ്പെട്ട നിലയിലാണോ? വിസ്മയകരമാം വിധം ദൈവം ഇടപെട്ടിരിക്കും. ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞതുപോലെ, പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത അങ്ങനെയുള്ള വാക്കിന് ചേർന്ന മറ്റൊരു വാക്കാണ് വിസ്മയിക്കത്തക്ക വിധം, അത്ഭുതം തോന്നത്തക്ക വിധം. ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തോ കാര്യം നടന്നിട്ടുണ്ട്, പറഞ്ഞു വായിച്ചേ. വിസ്മയിക്കത്തക്ക വിധം എന്നോട് കാരുണ്യം കാണിച്ചു, എന്നോട് കാരുണ്യം കാണിച്ചു. അപ്പോ ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണെന്ന വചനം തെറ്റല്ല, ശരിയാണ്. അത് തെറ്റല്ല, അത് വെറുതെ പറഞ്ഞൊരു വാക്കല്ല. മനസ്സ് തളർന്ന ദാവീദ് പറയാണ്, ദൈവം എന്നോട് കാരുണ്യം കാണിച്ചു. അത് തന്നെ നിങ്ങൾക്ക് നാളെ ഒരു സമയത്ത് പറയാൻ ഇടവരട്ടെ. എൻ്റെ ഈ പ്രതിസന്ധിയിൽ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട്, എൻ്റെ കുടുംബത്തോട് കാരുണ്യം കാണിച്ചു, കാരുണ്യം കാണിച്ചു, കാരുണ്യം കാണിച്ചു. 22 വാക്യം, അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെട്ടു എന്ന് എന്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞുപോയി. പണ്ട് ഞാൻ അങ്ങനൊന്നും പറഞ്ഞു പോയായിരുന്നു. എൻ്റെ വിഷമങ്ങളും വേദനകളും സങ്കടങ്ങളും വന്നപ്പം ദൈവം എന്നെ തള്ളിക്കളഞ്ഞുവെന്ന് അന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നമ്മളാണേലും അങ്ങനെ ഇടയ്ക്ക് പറയും, എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ ഇനി പ്രാർത്ഥന നിർത്തി, എനിക്കൊരു വിശ്വാസമില്ല, ഇപ്പം എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദാവീദ് പറയാണ്, പരിഭ്രമത്തിനിടയിൽ വേദനയുടെ സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയായിരുന്നു. എന്നാൽ ഞാൻ സഹായത്തിന് യാചിച്ചപ്പോൾ, നോക്കൂ, സ്വന്തം അനുഭവത്തിൽ നിന്ന് എഴുതിയ വാക്കാണിത്. ഞാൻ സഹായത്തിന് യാചിച്ചപ്പോൾ അവിടുന്ന് എന്റെ അപേക്ഷ കേട്ടു എന്ന് പറഞ്ഞാൽ എന്റെ നിയോഗം ദൈവം സാധിച്ചു, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അപ്പോൾ ദാവീദ് പറയാണ്, ഞാൻ വിഷമമൊക്കെ ഉണ്ടായപ്പോൾ അറിയാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അത് നമ്മളും പറഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു ദാവീദും. ദാവീദ് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ദേഷ്യത്തിന്റെ പുറത്ത്, വിഷമത്തിന്റെ പുറത്ത്, കണ്ണുനീരിന്റെ സമയത്ത് ശപിച്ചിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട്, പരിഭ്രമത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ദൈവം എന്നോട് കാരുണ്യം കാണിച്ചു. അവസാനം എന്താ? കാണിച്ചു, സാക്ഷ്യമാണത്. എന്നോട് കാരുണ്യം കാണിച്ചു. അടുത്തത് 24 വാക്യം, കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ക്ഷീണിച്ചു പോകാതെ ധൈര്യത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുവിൻ. ദൈവം നിങ്ങളുടെയും പ്രാർത്ഥന കേൾക്കുന്ന വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ചേ, ദാവീദ് ഉടഞ്ഞ പാത്രം പോലെയാണ്. ഉടഞ്ഞ പാത്രം പോലെ ഉള്ളവരുണ്ട്. അത് വ്യക്തിപരമായ ആളുകളെ കാണുമ്പോൾ അറിയാൻ പറ്റും. അവർ കരയുന്നതും സങ്കടപ്പെട്ടിരിക്കുന്നതും ഉടഞ്ഞ പാത്രം പോലെ എവിടെയോ വീണ് പൊട്ടിത്തകർന്നതുകൊണ്ടാണ്. ഇന്നവർ സ്ഥലകാലം മറന്ന് പൊട്ടിക്കരയുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ കാണുമോന്ന് പോലും ചിന്തിക്കാതെ അങ്ങ് കരഞ്ഞു പോയത് ഈ ഉടഞ്ഞ പാത്രം പോലെ പൊട്ടിപ്പോയപ്പോഴാണ്. പക്ഷേ നിങ്ങൾ കണ്ടോ,
ഉടഞ്ഞ പാത്രം പോലെ ചിതറിയ ദാവീദിന്റെ ജീവിതത്തെ ദൈവം വിസ്മയിക്കത്തക്ക വിധം എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ഭുതപരമായ വിധത്തിൽ. എന്നിട്ട് പറയണം, എന്നോട് ഇത് പറയാൻ ഈ ജനത്തിന് ഇടവരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആമേൻ. സംഭവിക്കട്ടെ. നിങ്ങളുടെ ശത്രുക്കൾ പോലും പറയാൻ ഇടവരരുത്, ഇയാൾ പ്രാർത്ഥിക്കാൻ പോയിട്ട് ഒന്നും ലഭിച്ചിട്ടില്ലെന്ന് പറയാൻ ഇടവരാൻ പാടില്ല. ഇവർ പ്രാർത്ഥിച്ചിട്ട് ഒന്നിനും ജയിച്ചിട്ടില്ല, എല്ലാത്തിനും തോറ്റുപോയി, എല്ലാത്തിനും പരാജയപ്പെട്ടു പോയി, അവർ കൃഷി പരാജയപ്പെട്ടു, ഇവരൊക്കെ എന്തിനാ പ്രാർത്ഥിക്കാൻ പോണത്? അങ്ങനെ ഒരു കുഞ്ഞു പോലും നമ്മളെ നോക്കി പറയാൻ ഇടവരരുത്. ഇടവരാത്ത വിധമാണ് ദൈവം അനുഗ്രഹിക്കാൻ. അതിന്റെ പേരാണ് വിസ്മയകരമായ വിധം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെയുള്ള വിശ്വാസത്തിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ എഴുതി വച്ചിരിക്കുന്ന ആയിരക്കണക്കിന് നിയോഗമുണ്ട്. അത് പ്രത്യേകിച്ച് ആ നിയോഗങ്ങൾ പലതും പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുമായി ബന്ധപ്പെട്ടതാണ്. ആ വിഷയങ്ങൾക്ക് വേണ്ടി ഓരോ കുർബാനയിലും ഓരോ ആരാധനയിലും വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവം കരുണ കാണിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു സാക്ഷ്യമായി തീരണം, ഒരനുഗ്രഹമായി മാറണം. 100 സാക്ഷ്യങ്ങൾ ദൈവം ഇവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരും. ആമേൻ, ആമേൻ. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി വന്നവർ സാക്ഷ്യം പറയാൻ ചിരിച്ച മുഖത്തോടെ വരും. വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരാനിടവരും. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. മനുഷ്യന്റെ വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കരഞ്ഞ് വർത്താനം പറഞ്ഞ ആളുകൾ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാലം വരും. കാരണം അവർ ഓർക്കും, കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെ ആയിരുന്നു എൻ്റെ ജീവിതം, ഇന്ന് വിസ്മയകരമായ വിധത്തിൽ ദൈവനെ അനുഗ്രഹിച്ചു. നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ കൊടുക്കും. ഞാനത് വിശ്വസിക്കുന്ന കാര്യമാണ് കേട്ടോ. നമ്മളുടെ കൈയുടെയോ കാലിൻ്റെയോ എല്ല് ചെറുതായിട്ടെങ്കിലും പൊട്ടിയാൽ ഡോക്ടർ സംശയത്തോടെ പറയും, ഒരു എക്സ്റേ എടുക്കുക. ആ എക്സ്റേ നോക്കിയിട്ട് അവരെ പൊട്ടലുണ്ട്, നിങ്ങൾ ഇതുപോലെ ചെയ്യണം. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ പൊട്ടലുണ്ടെങ്കിൽ അത് ഏത് എക്സ്റേയിൽ തെളിയും, ഏത് MRI എടുത്താൽ അത് മനസ്സിലാകും. പക്ഷെ ദൈവത്തിന് നിന്റെ MRIയും വേണ്ട, എക്സ്റേയും വേണ്ട. നീ ദൈവ സാന്നിധ്യത്തിൽ വന്ന് നിൽക്കുമ്പോഴേ ദൈവത്തിനറിയാം നിന്റെ മനസ്സിൻ്റെ ആ പൊട്ടൽ, ആ വേദന, ആ സങ്കടം കൊണ്ട് മുറിവേറ്റ ആ പാട് വീണ മനസ്സ് ദൈവത്തിനറിയാം. ആമേൻ. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഇനി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഓർത്ത്, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ ഒരു ശത്രു, ഒരു ദുഷ്ടനായ മനുഷ്യൻ കയ്യിൽ നിന്ന് വലിച്ചു പറിച്ചുകൊണ്ട് പോകാൻ നോക്കിയാൽ ആ അമ്മ എന്ത് ആരോഗ്യമുള്ള മുഴുവൻ ആരോഗ്യം എടുത്ത് അവിടെ ഒച്ച വെക്കും. അവിടെ കിടന്ന് മുഴുവൻ ശക്തിയും ആരോഗ്യം ഉപയോഗിച്ച് അവിടെ ബഹളം വെക്കും. ആ കുഞ്ഞിനെ ഒരുതിനും വിട്ടുകൊടുക്കത്തില്ല. ഇതുപോലെ തന്നെയല്ലേ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ? ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. എന്നെ ദൈവം ഒരു ശത്രുവിനും വിട്ടുകൊടുക്കില്ല. അത്രയും വലിയൊരു സംരക്ഷണം എനിക്കുണ്ട്. ഞാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന ജീവിതമാണ്. ഇന്ന് ഞാൻ പൊട്ടിയ പാത്രം പോലെ മാത്രമല്ല, ചിതറിയ പാത്രം പോലെയുമാണ് എനിക്ക് ജീവിതം. എന്നോട് പലരും ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നതെന്ന്. ചിലരൊക്കെ ചോദിച്ചു, എടാ നിന്റെ ജീവിതത്തിന് ഒരു അർത്ഥവുമില്ലല്ലോ എന്ന്. ഇതെല്ലാം കേട്ടപ്പോൾ എൻ്റെ ശരീരമല്ല പൊട്ടിയത്, എൻ്റെ മനസ്സാണ് പൊട്ടിയത്, എൻ്റെ സ്വപ്നങ്ങളാണ് പൊട്ടിയത്. ഇവിടെ ഇരിക്കുന്ന പലരും അവർ പ്രതീക്ഷിച്ച പലതും പൊട്ടിപ്പോയതാണ്, തകർന്നു പോയതാണ്. ഇനി എനിക്ക് രക്ഷപ്പെടാമെന്ന പ്രതീക്ഷ അധികമൊന്നുമില്ല. പക്ഷേ ഇന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ദാവീദിനോട് പോലെ പറയും, വിസ്മയകരമായ വിധത്തിൽ ദൈവനെ അനുഗ്രഹിച്ചു എന്ന് പറയും. വിസ്മയകരം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് അത്ഭുതം തോന്നത്തക്ക വിധമെന്ന് അതിന്റെ അർത്ഥം. ഓൺലൈനിലൂടെ കാണുന്നവരായിരിക്കാം, ഇത് നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് കാണുന്നവരായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തെ ദൈവം കാണുന്ന സമയം ഞങ്ങൾ വിശ്വസിക്കുന്നു. കണ്ണിൻ മണി പോലെ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വാഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. എന്ന് പാടാമോ? കണ്ണിൻ മണി പോലെ
എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വാഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. ഒത്തിരി പേര് എന്നോട് ചോദിച്ചു, ഞങ്ങൾക്കിവിടെ പ്രാർത്ഥിക്കാൻ വരാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഈ ആലയത്തിൽ അങ്ങനെ ആരുടെയും മുഖം നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമല്ല. സഭാവ്യത്യാസമന്യേ, ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഇവിടെ വരാം. ചിലരെങ്കിലും പരാതി പറഞ്ഞ് ഞങ്ങൾ വിളിച്ചിട്ട് കിട്ടിയില്ല, ഞങ്ങൾക്ക് വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ആരും ഫോൺ എടുത്തില്ല. പ്രിയപ്പെട്ടവർ, 1 മിനിറ്റിൽ ഒരു കോള് വെച്ച് വരുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, അധികമായി ഫോൺ ഉപയോഗിക്കുമ്പോൾ അത് ഉറക്കം നഷ്ടപ്പെടാനും ചെവിവേദനയ്ക്കൊക്കെ കാരണമാകുന്നത് കൊണ്ടാണ് ഒത്തിരി ഫോൺ എടുക്കാത്തത്. ആ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഇനി ആരെങ്കിലും എവിടെ നിന്നെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ വെള്ളിയാഴ്ചകളും ഇവിടെ പ്രാർത്ഥനയുണ്ട്. വ്യാഴാഴ്ച വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ആലയത്തിൽ വരാം, ഇവിടെ താമസിക്കാം, ഭക്ഷണം കഴിക്കാം. അതിന് യാതൊരുവിധ ഫീസോ മറ്റ് ഒരു റൂമിനോ താമസത്തിനോ ഒരു പണവും ആവശ്യവുമില്ല. ഫ്രീ ആയിട്ടുള്ള താമസവും ഭക്ഷണവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ആരാധനയുടെ സമയത്ത് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കഴിഞ്ഞ നാളുകളിൽ ഇവിടെ എഴുതി വച്ച നിയോഗങ്ങൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ, എല്ലാ കാര്യങ്ങളെയും ഇപ്പോൾ നിയോഗ പ്രാർത്ഥനയോട് ചേർത്ത് വയ്ക്കുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ചെറിയവരും വലിയവരും ഇടത്തരക്കാരും വലിയ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രായവ്യത്യാസമന്യേ, സഭാവ്യത്യാസമന്യേ, ജാതിമത ഭേദമന്യേ ഈശോയുടെ സ്നേഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ ഒരു ആരാധനയുടെ ഏറ്റവും നല്ല സമയത്ത് ഈ ആരാധനയിൽ ദൈവം എനിക്കുള്ള അനുഗ്രഹത്തെ ഒരുക്കിയിട്ടുണ്ട്, എനിക്കുള്ള സൗഖ്യത്തെ ദൈവം ഒരുക്കിയിട്ടുണ്ട്, എനിക്കുള്ള നന്മയെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് സ്വീകരിക്കാൻ എൻ്റെ ശരീരത്തെ മനസ്സിനെ ഞാൻ ഒരുക്കുന്നു. എൻ്റെ ഈ മോശ പറഞ്ഞില്ലേ, ഈ ജനം നിന്റെ വാക്കുകേട്ട് ഇറങ്ങി തിരിച്ചവരാണ്, പ്രാർത്ഥിക്കാനും ആരാധിക്കാനും. ഇവർ വഴിയിൽ തകർന്നു പോയി എന്ന് ഒരാളും ഒരു ശത്രുവും ഒരു കുഞ്ഞും പറയാൻ ഇടയാകരുതെന്ന് മോശ ദൈവത്തോട് പറഞ്ഞു. അവർ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിപ്പോയിട്ട് വഴിയിൽ വെച്ച് പട്ടുപോയി എന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല. അങ്ങേ ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ച ഈ ജനം അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് പറയാൻ ഇടയാകത്തക്ക വിധം ഈ ജനത്തെ അനുഗ്രഹിക്കണമേ എന്ന് മോശ പ്രാർത്ഥിച്ചതുപോലെ ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ ജനത്തിന് വേണ്ടി കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അനുഗ്രഹിക്കണമേ, ഈ നിയോഗങ്ങളെ സ്വീകരിക്കണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണമേ, അത്ഭുത വിടുതലുകൾ സംഭവിക്കണമേ. മോശയുടെ പ്രാർത്ഥന ദൈവം സ്വർഗം അംഗീകരിച്ചതുപോലെ ഈ പ്രാർത്ഥന സ്വർഗം അംഗീകരിക്കട്ടെ. സ്വർഗത്തിന്റെ അടയാളം ഇവിടെ ഉണ്ടാകട്ടെ. ഒന്ന് കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ നിയോഗം എല്ലാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. എന്നിട്ട് നിയോഗ പ്രാർത്ഥന നമ്മൾ 9 പ്രാവശ്യം ചെല്ലുകയാണ്. കർത്താവേ, ഞങ്ങൾ ഇനി ആലയത്തിൽ വരുമ്പോൾ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തി പറയാനുള്ള ഒരു സാക്ഷ്യമായി നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഇവിടെ വരും. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഇവിടെ വരും. ആ ഒരു പ്രാർത്ഥനയോടെ ഒന്ന് ചേർന്ന് പാടിക്കേ. വചനത്താൽ ചേർത്തു വച്ച ഈ നിയോഗങ്ങൾക്കായി സകല വിശുദ്ധരുമേ മാധ്യസ്ഥമേകിടേണമേ. എല്ലാവരും സ്വരം ഉയർത്തി ഒന്ന് പാടാമോ? അറിയാവുന്നത് പോലെ വചനത്താൽ ചേർത്തു വച്ച ഈ നിയോഗങ്ങൾക്ക് സകല വിശുദ്ധരുമേ മാധ്യസ്ഥമേകണമേ. ഒരിക്കൽ കൂടി ശബ്ദം ഉയർത്തി. വചനത്താൽ ചേർത്തു വച്ച ഈ നിയോഗങ്ങൾക്കായി സകല വിശുദ്ധരുമേ
സകല വിശുദ്ധരുമേ മാധ്യസ്ഥമേകണമേ. കരങ്ങൾ സാധിക്കുമെങ്കിൽ ഉയർത്തിപ്പിടിച്ച് നിയോഗ പ്രാർത്ഥന ചൊല്ലുകയാണ്. ഓൺലൈനിലൂടെ ഇത് കാണുന്നവർക്കും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകളെ മനസ്സിൽ കണ്ട് വിശ്വാസത്തോടെ ഇന്ന് കേട്ട വചനത്തോട് ചേർത്ത് വെച്ച് എൻ്റെ ഒപ്പം എന്ന് പ്രാർത്ഥിച്ച്, യേശുവേ എൻ്റെ നിയോഗങ്ങളെ ഇന്ന് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. നസ്രായനായ യേശുവേ എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. നസ്രായനായ യേശുവേ എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ യേശുവേ എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ യേശുവേ എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ യേശുവേ എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ യേശുവേ എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. ആമേൻ ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു എനിക്കത് സാധിച്ചു കിട്ടിയെന്ന്. സ്തുതിക്കുന്നു.